പ്ലസ് ടു കഴിഞ്ഞ് നേഴ്സിംഗ് പഠിക്കണം, നല്ലൊരു കൺട്രിയിൽ സെറ്റിൽ ആവണം, നല്ല വരുമാനം ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികളാണ് ഭൂരിഭാഗം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡ്രീം ലൊക്കേഷനിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഡ്രീം സാലറി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എവിടെയാണ് പഠിക്കേണ്ടത്. അതായത് ഇന്ത്യയിലാണോ പഠിക്കുന്നത്, യൂറോപ്പിലാണോ പഠിക്കുന്നത്, ഈ രണ്ട് സ്ഥലത്തും പഠിക്കുന്നതുകൊണ്ടുള്ള പ്രത്യേകതകൾ എന്താണ്, ആരാണ് ഇന്ത്യയിൽ പഠിക്കേണ്ടത്, ആരാണ് യൂറോപ്പിൽ പഠിക്കുന്നത്, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഞാൻ ഇന്ത്യ ബെസ്റ്റ് ആണെന്നോ അല്ലെങ്കിൽ യൂറോപ്പ് ബെസ്റ്റ് ആണെന്നോ എന്നൊന്നുമല്ല ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടിൻ്റെയും പ്രത്യേകതകളും രണ്ടിൻ്റെയും മെറിറ്റ്സും ഡീമെറിറ്റ്സും എല്ലാം എടുത്ത് പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ ഓരോ പോയിന്റുമായിട്ട് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും നല്ല സ്ഥലം ഏതാണെന്ന് നിങ്ങൾ പേഴ്സണലി ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിന്ന് ഇന്ത്യയിൽ കേരളം, ബാംഗ്ലൂർ, കോയമ്പത്തൂർ, ചെന്നൈ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നഴ്സിംഗ് പഠിക്കുന്നതിനെ കുറിച്ചും യൂറോപ്പിൽ ബൾഗേരിയ പോലുള്ള രാജ്യങ്ങളിൽ നഴ്സിംഗ് പഠിക്കുന്നതിനെ കുറിച്ചുമാണ് കമ്പയർ ചെയ്യുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ബൾഗേരിയ എടുത്തതെന്ന് വെച്ചാൽ യൂറോപ്യൻ യൂണിയനിൽ തന്നെ കുറഞ്ഞ ഫീസിൽ നഴ്സിംഗ് പഠിക്കാൻ പറ്റുന്ന വൺ ഓഫ് ദ കൺട്രിയാണ് ബൾഗേരിയ. അപ്പോൾ അവിടെയുള്ള യൂണിവേഴ്സിറ്റികൾ എടുത്ത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ള എലിജിബിലിറ്റി ആണ്. നമുക്ക് ഇന്ത്യയിൽ നഴ്സിംഗ് പഠിക്കാൻ INC-യുടെ എലിജിബിലിറ്റി റിക്വയർമെന്റ് 45% നമുക്ക് പ്ലസ് ടു ബയോളജി സയൻസിൽ മാർക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കേരളത്തിൽ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ LBS ത്രൂ ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. LBS എന്ന് പറഞ്ഞാൽ ലാൽ ബഹദൂർ ശാസ്ത്രി ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇവരാണ് കേരളത്തിലെ എല്ലാ നഴ്സിംഗ് കോളേജുകളിലെയും അഡ്മിഷൻസ് ചെയ്യുന്നത്. LBS കൺസിഡർ ചെയ്യുന്ന ക്രൈറ്റീരിയ നമ്മുടെ പ്ലസ് ടു മാർക്കാണ്. അതായത് കംപ്ലീറ്റ്ലി മെറിറ്റ് ബേസിസിലാണ് കേരളത്തിലുള്ള നഴ്സിംഗ് അഡ്മിഷൻസ് നടക്കുന്നത്. എന്നാൽ നമ്മൾ കോയമ്പത്തൂർ അല്ലെങ്കിൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ ചെന്നൈയിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അവിടെ ഭൂരിഭാഗം കോളേജുകളും ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആണ്. അതായത് ആദ്യം വരുന്ന കുട്ടികൾക്ക് ആദ്യം അഡ്മിഷൻ കിട്ടും, സീറ്റ് ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് കിട്ടൂല എന്നുള്ളത്. മാർക്കും കാര്യങ്ങളൊക്കെ പിന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. എന്നാൽ ഇന്ത്യയിൽ പല കോളേജുകളിലും നീറ്റ് ബേസിസിലും അതേപോലെ തന്നെ സ്റ്റേറ്റ് എക്സാം, അതായത് ഓരോ സ്റ്റേറ്റിന് അവരുടേതായിട്ടുള്ള എൻട്രൻസ് എക്സാം ഉണ്ട്, ആ ബേസിസിലും അഡ്മിഷൻ എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ യൂറോപ്പിലേക്ക് നോക്കുന്ന സമയത്ത് യൂറോപ്പിലെ ഭൂരിഭാഗം കോളേജുകളിലും 50 മുതൽ 70% വരെ പ്ലസ് ടു മാർക്ക് ഉണ്ടെങ്കിലാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. പിന്നെ പല യൂണിവേഴ്സിറ്റികളും അവരുടേതായിട്ടുള്ള എൻട്രൻസ് എക്സാം ഉണ്ട്. അതായത് ഇപ്പം ബൾഗേരിയയിൽ സോഫിയ മെഡിക്കൽ യൂണിവേഴ്സിറ്റി നോക്കുകയാണെങ്കിൽ ക്യാപിറ്റലുള്ള യൂണിവേഴ്സിറ്റിയാണ് സോഫിയ. അവിടെ അവരുടേതായിട്ടുള്ള എൻട്രൻസ് എക്സാം ഉണ്ട്. എന്നാൽ മറ്റൊരു സിറ്റിയാണ് പ്ലവൻ. അവിടെയുള്ള പ്ലവൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ നഴ്സിംഗിന് നമുക്ക് എൻട്രൻസ് എക്സാം ഇല്ല, ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കാൻ പറ്റും. പ്ലൗഡിവ് ഉണ്ട്, അവിടെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ മറ്റൊരു രാജ്യമായിട്ടുള്ള ഹംഗറിയിലുള്ള അവരുടെ ക്യാപിറ്റലുള്ള ബൂഡപെസ്റ്റിലുള്ള സെമൽവേസ് യൂണിവേഴ്സിറ്റി നോക്കുകയാണെങ്കിൽ അവിടെ എൻട്രൻസ് എക്സാം ബേസിലാണ് അഡ്മിഷൻ നടക്കുന്നത്. അതായത് ഓരോ രാജ്യത്തും പല യൂണിവേഴ്സിറ്റികളും എൻട്രൻസ് ബേസിലോ അല്ലാതെയോ നടക്കാറുണ്ട്. ഇപ്പോൾ ജർമ്മനി പോലുള്ള രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ശരിക്കും ജർമ്മനിയിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലൊക്കെ നഴ്സിംഗ് എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് അതിവിടെ കമ്പയർ ചെയ്യാൻ എടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ പണിയല്ല. അത് B2 കഴിഞ്ഞിട്ട് വേണം നമ്മൾ പോകാൻ. അത് മാത്രമല്ല ഇത് കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ നമുക്ക് വിസ റിജക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ജർമ്മൻ ഒന്നും കമ്പയർ ചെയ്യാൻ എടുക്കാത്തത്. ഈസി ആയിട്ട് അഡ്മിഷൻ കിട്ടുന്ന ഫീസ് കുറഞ്ഞ യൂറോപ്യൻ യൂണിയനിലെ ഒരു രാജ്യമായിട്ടുള്ള ബൾഗേരിയയും അവിടെ ക്യാപിറ്റൽ യൂണിവേഴ്സിറ്റിയുള്ള സോഫിയ എടുത്ത് കമ്പയർ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ ഏജ് ലിമിറ്റ് നോക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ശരിക്ക് മിനിമം ഏജ് ലിമിറ്റ് 17 വയസ്സാണ്, മാക്സിമം 35 വയസ്സാണ്. അതായത് ഇതിൻ്റെ ഇടയിൽ മാത്രമാണ് നമുക്ക് നഴ്സിംഗ് പഠിക്കാൻ പറ്റുക. എന്നാൽ യൂറോപ്പിൽ അങ്ങനെ ഏജ് ലിമിറ്റ് ഇല്ല. അതായത് നമുക്ക് എത്ര വയസ്സാണെങ്കിലും നമുക്ക് യൂറോപ്പിൽ പഠിക്കാൻ പറ്റും. അതുപോലെ പല യൂറോപ്യൻ കൺട്രീസിലും ഇയർ ഗ്യാപ്പിൻ്റെ പ്രശ്നമുണ്ട്. എന്നാൽ ബൾഗേരിയയിൽ അതും പ്രശ്നമില്ല, ഇയർ ഗ്യാപ്പ് കൺസിഡർ ചെയ്യുന്നില്ല. നമുക്ക് ഇയർ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും നഴ്സിംഗ് പഠിക്കാൻ പറ്റും. ഇനി നമ്മൾ ഇന്ത്യയിലുള്ള കോഴ്സ് സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് 4 വർഷത്തെ BSc നഴ്സിംഗ് കോഴ്സാണ് ഇന്ത്യയിൽ. അതായത് 8 സെമസ്റ്റർ ആയിട്ടാണ്. ഈ 8 സെമസ്റ്ററിൽ ഇന്റേൺഷിപ്പ് കൂടെ ഇൻക്ലൂഡ് ആണ്. അതായത് അവസാനത്തെ സെമസ്റ്റർ ഇന്റേൺഷിപ്പ് മാത്രമാണ്. അതുപോലെ ഇന്ത്യ ഫോളോ ചെയ്യുന്നത് CBNE എഡ്യൂക്കേഷൻ ആണ്. അതായത് കോമ്പിറ്റൻസി ബേസ്ഡ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയറിയും പ്രാക്ടിക്കലും ഒരുപോലെ മിക്സപ്പ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകുന്നതാണ്. അതായത് നമ്മളിപ്പോൾ അനാട്ടമിയിൽ ഒരു തിയറി പഠിച്ചു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് പ്രാക്ടിക്കൽ ഉപയോഗിക്കുക എന്നുള്ളത് അതിൻ്റെ പ്രാക്ടിക്കൽ കേസുകളോടെ കൊണ്ടുപോകുന്ന ഒരു എഡ്യൂക്കേഷൻ രീതിയാണ് CBME എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇയർ മുതൽ പ്രാക്ടിക്കൽ പോസ്റ്റിങ്ങും ക്ലിനിക്കൽ പോസ്റ്റിങ്ങും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ ക്ലിനിക്കൽ എൻഫോഴ്സ് ചെയ്തിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ രീതിയാണ് ഇന്ത്യയുടേത്. INC ആണ്, അതായത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലാണ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ്ലി ഇന്ത്യയിൽ റെഗുലേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ യൂറോപ്പിൽ നോക്കുന്ന സമയത്ത് യൂറോപ്പിൽ പല സ്ഥലത്തും 3 വർഷം അല്ലെങ്കിൽ 4 വർഷത്തെ BSc നഴ്സിംഗ് കോഴ്സ് ആണുള്ളത്. യൂറോപ്പിന്റെ സ്റ്റാൻഡേർഡ് പ്രകാരം 3 വർഷം അല്ലെങ്കിൽ 4 വർഷത്തെ ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ യൂറോപ്പിൽ നമുക്ക് നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബൾഗേരിയയിലാണെങ്കിൽ 4 വർഷത്തെ അതായത് 8 സെമസ്റ്റർ ആയിട്ടുള്ള BSc നഴ്സിംഗ് കോഴ്സാണ്. ഇതിൽ അവസാനത്തെ 2 സെമസ്റ്റർ ഇന്റേൺഷിപ്പ് ആണ്. അതായത് അവസാനത്തെ കംപ്ലീറ്റ് ഇയറും ഇന്റേൺഷിപ്പ് ആണ്. ഇവിടെ എടുത്തു പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മനി പോലുള്ള രാജ്യങ്ങളിൽ ഡിപ്ലോമ നഴ്സിംഗ് ഉണ്ട്, ഹൗസ് ബിൽഡിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിപ്ലോമ നഴ്സിംഗ് ഉണ്ട്. അതിന്റെ ഡ്യൂറേഷൻ കുറവായിരിക്കും ഇതിനേക്കാളും. എന്നാൽ BSc നഴ്സിംഗ് എന്ന് പറയുന്നത് 3 അല്ലെങ്കിൽ 4 വർഷത്തെയോ കോഴ്സാണ്. ഇനി യൂറോപ്യൻ യൂണിയനിലെ കോഴ്സ് നോക്കുന്ന സമയത്ത്
കംപ്ലീറ്റ് EU ഡിറക്റ്റീവ്സിന്റെ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള കോഴ്സാണ് യൂറോപ്യൻ യൂണിയനിലെ എല്ലാ സ്ഥലത്തും റൺ ചെയ്യുന്നത്. അതായത് ECTS സിസ്റ്റമാണ് അവർ ഫോളോ ചെയ്യുന്നത്. അതായത് ഓരോ സബ്ജക്റ്റിനും ഓരോ വെയിറ്റേജ് ഉണ്ടാവും, ഓരോ പോയിന്റ് ഉണ്ടാവും. അതായത് അനാട്ടമിക്ക് 8 വെയിറ്റേജ് അല്ലെങ്കിൽ 8 പോയിന്റ് ആണെന്ന് വരിക്കാം, ഫിസിയോളജിക്ക് 10 പോയിന്റ് ആണെന്ന് വരിക്കാം. ഈ പോയിന്റ് ഓരോ രാജ്യത്തിനനുസരിച്ച് മാറാറുണ്ട്. അപ്പോൾ നമ്മൾ അനാട്ടമി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു 8 കിട്ടും. അതായത് നമുക്ക് കൂടുതൽ മാർക്ക് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ 8 ഫുള്ള് കിട്ടും, അല്ലെങ്കിൽ കുറഞ്ഞ മാർക്കിനനുസരിച്ച് 8 കുറഞ്ഞു പോകും, ഇങ്ങനെയൊന്നുമില്ല. അതായത് എത്രയാണോ ആ സബ്ജക്റ്റിൻ്റെ വെയിറ്റേജ്, അത് പാസ്സായി കഴിഞ്ഞാൽ ആ സബ്ജക്റ്റിൻ്റെ വെയിറ്റേജ് ഫുള്ള് നമുക്ക് കിട്ടും. അനാട്ടമി പാസ്സായി കഴിഞ്ഞാൽ 8 കിട്ടി, ഫിസിയോളജി പാസ്സായി കഴിഞ്ഞാൽ 10 കിട്ടി. അതായത് എത്രയാണോ അതിൻ്റെ വെയിറ്റേജ് അത് കിട്ടും. അങ്ങനെ നമുക്ക് ഒരു സെമസ്റ്ററിന് 30 ക്രെഡിറ്റ് ആണ് ഉണ്ടാവുക, ഒരു ഇയറിന് 60 ക്രെഡിറ്റ്. അതായത് ടോട്ടൽ നഴ്സിംഗ് കോഴ്സ് എന്ന് പറയുന്നത് 4 വർഷത്തെ കോഴ്സ് 240 ക്രെഡിറ്റ് ആണ്, 3 വർഷത്തെ കോഴ്സ് ആണെങ്കിൽ 180 ക്രെഡിറ്റ് ആണ്. ഇനി ഈ ക്രെഡിറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വരുന്നത് നമ്മൾ മറ്റൊരു യൂറോപ്യൻ കൺട്രിയിലേക്ക് വർക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത്, അതല്ലെങ്കിൽ PG ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് എന്താ വെച്ചാൽ ഈ നമ്മുടെ ഡിഗ്രി, നമ്മൾ പഠിച്ച രാജ്യത്തിലെ ഡിഗ്രി ആ രാജ്യത്തിലെ ഡിഗ്രിയായിട്ട് ഇക്വേറ്റ് ചെയ്യേണ്ടി വരും. ആ സമയത്താണ് നമുക്കിത് ഏറ്റവും ഹെൽപ്ഫുൾ ആകുന്നത്. അത് നമുക്ക് മുന്നോട്ടേക്ക് കരിയർ ഓപ്ഷൻസിൽ പറയാം. ഇനി നമ്മൾ ഇന്ത്യയിലുള്ള സിലബസ് നോക്കുന്ന സമയത്ത് ഇന്ത്യൻ സിലബസിനെ നഴ്സിംഗ് കൗൺസിൽ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഫണ്ടമെന്റൽസ്, കോർ കോഴ്സ്, ഇലക്റ്റീവ്സ് എന്നിങ്ങനെ. ഇതിൽ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് വരുന്നതെന്ന് നമുക്ക് പറയാം. അതിൻ്റെ മുന്നേ ഇന്ത്യയിൽ മൊത്തമായിട്ട് തിയറി എഡ്യൂക്കേഷൻ വരുന്നത് 1800 മണിക്കൂറാണ്. അതിനുശേഷം നമ്മുടെ പ്രാക്ടിക്കൽസ്, അതായത് ലാബ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് 600 മണിക്കൂറാണ് വരിക. ഇനി ക്ലിനിക്കൽസ് വരുന്നത് 3480 മണിക്കൂറും ഇന്റേൺഷിപ്പ് 1056 മണിക്കൂറുമാണ്. അതായത് ഇതാണ് INCയുടെ സ്റ്റാൻഡേർഡ്. അതായത് അവസാനത്തെ സെമസ്റ്റർ ഫുള്ളി ഇന്റേൺഷിപ്പ് കൊടുക്കണം എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ നാട്ടിലുള്ള കോയമ്പത്തൂരും ബാംഗ്ലൂരും എന്നുള്ള പല കോളേജുകളിലും ഇത് കൃത്യമായിട്ട് INCയുടെ സ്റ്റാൻഡേർഡിലല്ല പോകുന്നത്. ഞാൻ പല കോളേജുകളും നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊന്നും ഈ പറയുന്ന രീതിയിലുള്ള ക്ലിനിക്കൽ പോസ്റ്റിങ്ങുകളോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. നമുക്ക് ക്ലിനിക്കൽസിൻ്റെ ഭാഗത്ത് അത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇന്ത്യയിൽ ശരിക്കും ക്ലാസ് രാവിലെ മുതൽ വൈകുന്നേരം വരെയാണ് ഉണ്ടാവുക. അതായത് ഫസ്റ്റ് ഇയർ മുതൽ നമുക്ക് ക്ലിനിക്കൽ പോസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലിനിക്കൽ പോസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ രാവിലെ മുതൽ ഉച്ച വരെയാണ് ക്ലാസ് എങ്കിൽ ഉച്ച മുതൽ വൈകുന്നേരം വരെ ആയിരിക്കും പോസ്റ്റിംഗ്. ഇനി അതല്ല രാത്രിയാണ് പോസ്റ്റിംഗ് എങ്കിൽ ഉച്ച മുതൽ വൈകുന്നേരം വരെ ക്ലാസ്, അത് കഴിഞ്ഞിട്ട് രാത്രി പോസ്റ്റിംഗ് ഉണ്ടാവും. ഇതുപോലെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ 3 സ്ലോട്ടായിട്ട്, അതായത് രാവിലെ മുതൽ ഉച്ച വരെ, ഉച്ച മുതൽ വൈകുന്നേരം വരെ, വൈകുന്നേരം മുതൽ രാത്രി വരെ, ഇങ്ങനെയാണ് ഉണ്ടാവുക. ഈ സമയത്ത് ഒരു സമയത്ത് ക്ലാസ്സും ഒരു സമയത്ത് പോസ്റ്റിംഗും ആയിരിക്കും ഉണ്ടാവുക. ഫസ്റ്റ് ഇയർ മുതലേ പോസ്റ്റിംഗ് വരുന്നതുകൊണ്ട് ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഇന്ത്യയിൽ വരാറുള്ളത്. ഇന്ത്യയിലുള്ള സബ്ജക്റ്റുകൾ അപ്ലൈഡ് അനാട്ടമി, അപ്ലൈഡ് ഫിസിയോളജി, അപ്ലൈഡ് സൈക്കോളജി, അപ്ലൈഡ് സോഷ്യോളജി, പിന്നെ നഴ്സിംഗ് ഫൗണ്ടേഷൻ. ഈ നഴ്സിംഗ് ഫൗണ്ടേഷനിലാണ് പ്രധാനമായിട്ട് ഫസ്റ്റ് സെമസ്റ്ററിൽ നമുക്ക് ക്ലിനിക്കൽസ് വരുന്നത്. അതൊക്കെ ക്ലിനിക്കൽസിന്റെ ഭാഗത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി സെക്കൻഡ് സെമസ്റ്ററിലേക്ക് എത്തുമ്പോഴേക്കും അപ്ലൈഡ് ബയോടെക്നോളജി, ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ്, അതുപോലെ തന്നെ നഴ്സിംഗ് ഫൗണ്ടേഷൻ 2. ഈ നഴ്സിംഗ് ഫൗണ്ടേഷൻ 2ലാണ് ക്ലിനിക്കൽസ് വരുന്നത്. അത് നമുക്ക് പറയാം അങ്ങോട്ടേക്ക്. ഇനി തേർഡ് സെമസ്റ്ററിൽ എത്തുമ്പോഴേക്കും അപ്ലൈഡ് മൈക്രോബയോളജി, ഇൻഫെക്ഷൻ കൺട്രോൾ, ഫാർമക്കോളജി, പാത്തോളജി, അഡൾട്ട് നഴ്സിംഗ് വിത്ത് ഇന്റഗ്രേറ്റഡ് പാത്തോളജി. ഇനി ഫോർത്ത് സെമസ്റ്ററിലാകുമ്പോൾ ഫാർമക്കോളജി 2, പാത്തോളജി 2, ജനറ്റിക്സ്, അഡൾട്ട് ഹെൽത്ത് നഴ്സിംഗ് 2, ഇന്റഗ്രേറ്റഡ് പാത്തോ ഫാർമക്കോളജി, ഇന്റഗ്രേറ്റഡ് പാത്തോ ഫിസിയോളജി ഇൻക്ലൂഡിംഗ് ജെറിയാറ്റിക്സ്, പ്രൊഫഷണലിസം ആൻഡ് പ്രൊഫഷണൽ വാല്യൂസ്, ബയോ എത്തിക്സ്. ഇനിയിപ്പോൾ ഫിഫ്ത്ത് സെമസ്റ്ററിലേക്ക് എത്തുമ്പോഴേക്കും ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് 1, മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് 1, കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ്, എഡ്യൂക്കേഷൻ ടെക്നോളജി, നഴ്സിംഗ് എഡ്യൂക്കേഷൻ, ഇൻട്രൊഡക്ഷൻ ടു ഫോറൻസിക് നഴ്സിംഗ്. ഇനി സിക്സ് സെമസ്റ്ററിലേക്ക് എത്തുമ്പോഴേക്കും ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് 2, മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് 2, നഴ്സിംഗ് മാനേജ്മെന്റ് ആൻഡ് ലീഡർഷിപ്പ്, മിഡ്വൈഫറി, ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി. പിന്നെ സെവൻത്ത് സെമസ്റ്ററിലേക്ക് എത്തുമ്പോഴേക്കും കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് 2, നഴ്സിംഗ് റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, മിഡ്വൈഫറി, ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി. ഇതൊക്കെ കഴിഞ്ഞ് 8ാമത്തെ സെമസ്റ്ററിൽ എത്തിക്കഴിഞ്ഞാൽ ഫുള്ളി ഇന്റേൺഷിപ്പ് ആണ്. അപ്പോൾ ഇത്രയും സബ്ജക്റ്റുകളാണ് നമ്മൾ നഴ്സിംഗിന് ഇന്ത്യയിൽ പഠിക്കുന്നത്. നഴ്സിംഗിന് തിയറി സബ്ജക്റ്റുകൾക്ക് 80% മാർക്ക് ഉണ്ടായാൽ മാത്രമേ നമുക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ യൂറോപ്പ് നോക്കുന്ന സമയത്ത് ബൾഗേറിയ നേരത്തെ പറഞ്ഞ പോലെ ECTS സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ECTS ഗൈഡിന്റെ ബേസിസിലാണ് അവിടുത്തെ സബ്ജക്റ്റുകളും കാര്യങ്ങളും എല്ലാം ഉള്ളത്. ബൾഗേറിയയുടെ നഴ്സിംഗ് റെഗുലേറ്ററി ബോഡി, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇന്ത്യയുടെ നഴ്സിംഗ് റെഗുലേറ്ററി ബോഡി INC, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആണെന്നുള്ളത്. അതുപോലെ ബൾഗേറിയയുടെ നഴ്സിംഗ് റെഗുലേറ്ററി ബോഡി എന്ന് പറയുന്നത് നാഷണൽ ഇവാലുവേഷൻ ആൻഡ് അക്രഡിറ്റേഷൻ ഏജൻസി ഓഫ് ബൾഗേറിയ. അപ്പോൾ ഈ ഒരു നഴ്സിംഗ് റെഗുലേറ്ററി ഏജൻസിയുടെ വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിലും ബൾഗേറിയ ആണെങ്കിലും ഇവരാണ് ഈ സിലബസും അതേപോലെ നഴ്സിംഗിന്റെ ക്വാളിറ്റിയും അവിടെ പഠിച്ചിറങ്ങുന്ന നഴ്സിന്റെ ക്വാളിറ്റിയും എല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത്. ബൾഗേറിയയിൽ സാധാരണ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 4 മണി 5 മണി വരെയാണ് ക്ലാസ്സുകൾ ഉണ്ടാവുക. ഒരു സെമസ്റ്ററിന്റെ തുടക്കത്തിൽ ആ സെമസ്റ്ററിലെ സ്കെഡ്യൂൾ കിട്ടും. ആ സ്കെഡ്യൂൾ പ്രകാരമാണ് ആ സെമസ്റ്ററിലെ ക്ലാസ്സുകളെല്ലാം പോവുക. ബൾഗേറിയയിൽ ശരിക്കും തിയറി എഡ്യൂക്കേഷൻ
2160 മണിക്കൂറും, അതുപോലെ പ്രാക്ടിക്കൽ 3273 മണിക്കൂറും, ക്ലിനിക്കൽ അതായത് 1ാമത്തെ വർഷം മുതൽ 6ാമത്തെ വർഷം വരെയുള്ള പോസ്റ്റിംഗ് 1140 മണിക്കൂറാണ്. ഇനി ബൾഗേറിയയിൽ അവസാനത്തെ 2 സെമസ്റ്റർ, അതായത് 7ാമത്തെയും 8ാമത്തെയും സെമസ്റ്റർ ഫുള്ളി ഇന്റേൺഷിപ്പ് ആണ്. ആ ഒരു പ്രീ ഗ്രാജുവേഷൻ ഇന്റേൺഷിപ്പ് ഏകദേശം 2133 മണിക്കൂറുണ്ട്. ഇനി ബൾഗേറിയയിൽ നഴ്സിംഗിന്റെ ബേസിക് സബ്ജക്റ്റുകളായിട്ട് അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, മൈക്രോബയോളജി, പാത്തോളജി, ഫാർമക്കോളജി പോലുള്ള സബ്ജക്റ്റുകളുണ്ട്. അത് കഴിഞ്ഞ് നഴ്സിംഗ് ഫൗണ്ടേഷൻ സബ്ജക്റ്റുകളായിട്ടുള്ള ഫിലോസഫി ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു നഴ്സിംഗ്, പ്രാക്ടിക്കൽ ബേസിസ് ഓഫ് നഴ്സിംഗ് കെയർ ഫോർ പേഷ്യൻസ് വിത്ത് സെമാറ്റിക് ഡിസീസസ്, നഴ്സിംഗ് കെയർ ഫോർ പേഷ്യൻസ് വിത്ത് സർജിക്കൽ ഡിസീസസ്, ഇതുപോലുള്ള നഴ്സിംഗ് ഫൗണ്ടേഷൻ സബ്ജക്റ്റുകളും അത് കഴിഞ്ഞിട്ട് കുറച്ച് മെഡിക്കൽ ക്ലിനിക്കൽ സബ്ജക്റ്റുകൾ വരുന്നുണ്ട്. അതായത് ഇന്റേണൽ ഡിസീസ്, സർജറി, അനസ്തേഷ്യ, പീഡിയാട്രിക്സ്, ഒബ്സ്ട്രറ്റിക്സ്, ഗൈനക്കോളജി, നഴ്സ് ഡിസീസസ് ആൻഡ് സൈക്കാട്രി, ഇൻഫെക്റ്റീവ് ഡിസീസസ് പോലുള്ള സബ്ജക്റ്റുകൾ. പിന്നെ പബ്ലിക് ഹെൽത്ത് ആൻഡ് സോഷ്യൽ മെഡിസിന്റെ സബ്ജക്റ്റുകളുണ്ട്. അതായത് ഹെൽത്ത് സയൻസ്, സോഷ്യൽ ആൻഡ് ഹെൽത്ത് ലെജിസ്ലേഷൻ, മെഡിക്കൽ എത്തിക്സ്, പിന്നെ ലാംഗ്വേജ് സ്കിൽസ്, ഇൻഫോമാറ്റിക്സ്, ഫോറിൻ ലാംഗ്വേജ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ പോലുള്ളത്. പിന്നെ 7ാമത്തെയും 8ാമത്തെയും സെമസ്റ്റർ ഫുള്ളി ഇന്റേൺഷിപ്പ് ആണ്, അതായത് ഡെഡിക്കേറ്റഡ് ഇന്റേൺഷിപ്പ് ആണ്. ഇനി നമുക്ക് നോക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം ക്ലിനിക്കൽസ് ആണ്. നഴ്സിംഗ് എന്ന് പറയുന്നത് തന്നെ ഒരു ക്ലിനിക്കൽ ഓറിയന്റഡ് കോഴ്സ് ആണ്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നല്ല രീതിയിലുള്ള ക്ലിനിക്കൽസ് കിട്ടിയാൽ മാത്രമേ നഴ്സിംഗ് പ്രൊസീജിയറുകളൊക്കെ നമുക്ക് ഫെമിലിയർ ആയിട്ട് വരുള്ളൂ. ശരിക്കും ഇന്ത്യയിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് നല്ല രീതിയിൽ ക്ലിനിക്കൽസ് കിട്ടേണ്ടത്. കാരണം ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ പോപ്പുലേഷനുള്ള, ഒരുപാട് ആളുകളുള്ള, ഒരുപാട് ഇൻഫെക്റ്റീവ് ഡിസീസസ് ഉള്ള ഒരു കൺട്രി. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ക്ലിനിക്കൽസ് കേസുകൾ കൂടുതലാണ് കിട്ടേണ്ടത്. പക്ഷേ നമ്മളിപ്പോൾ കേരളത്തിലൊക്കെ പഠിക്കുകയാണെങ്കിൽ നല്ല ക്ലിനിക്കൽസ് ഉണ്ട്. അതേസമയത്ത് കോയമ്പത്തൂർ, ബാംഗ്ലൂർ ഇതുപോലുള്ള സ്ഥലങ്ങളിലുള്ള കോളേജുകൾ പഠിക്കുന്ന സമയത്ത് പല കോളേജുകളും കുഞ്ഞു കോളേജുകളാണ്. അതായത് ഓൺ ഹോസ്പിറ്റൽ ഇല്ലാത്ത, അല്ലെങ്കിൽ പല ഹോസ്പിറ്റലുകളും ടൈപ്പ് ആയിട്ടൊക്കെ ചെയ്യുന്ന കോളേജുകളാണ്. ഈ കോളേജുകളിലൊന്നും INCയുടെ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള ക്ലിനിക്കൽസ് കംപ്ലീറ്റ്ലി കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഞാൻ ഒരുപാട് കുട്ടികളോട് സംസാരിച്ച സമയത്ത് എനിക്ക് അതാണ് മനസ്സിലായിട്ടുള്ളത്. ശരിക്കും നമ്മൾ ഇന്ത്യയിൽ ഒരു കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആദ്യം നോക്കേണ്ടത് ഇവർക്ക് ഓൺ മെഡിക്കൽ കോളേജ് ഉണ്ടോ, അവിടുത്തെ കുട്ടികൾക്ക് പ്രോപ്പറായിട്ട് ക്ലിനിക്കൽസ് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇന്ത്യയിലുള്ള ക്ലിനിക്കൽസിനെ കുറിച്ച് എന്തൊക്കെയാണ് INCയുടെ റിക്വയർമെന്റ്, ഓരോ കോളേജിലും എങ്ങനെയാണ് ക്ലിനിക്കൽസ് കിട്ടണത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമുക്ക് മുന്നോട്ടേക്ക് ചെയ്യാം. ആ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോക്ക് നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ മതി. ഞാനിത് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കോയമ്പത്തൂരും ബാംഗ്ലൂരൊക്കെ ഉള്ള ഒരുപാട് കോളേജുകൾ ഞാൻ റിസർച്ച് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ളത് പല കോളേജുകളിലും കുട്ടികൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ക്ലിനിക്കൽസിന് വേണ്ടി ഹോസ്പിറ്റലിൽ അങ്ങോട്ടേക്ക് പേ ചെയ്യാണ്. അതായത് സെമസ്റ്റർ ഫീസിന്റെ പുറമെ ക്ലിനിക്കൽസ് ഒരു സെമസ്റ്ററിൽ കിട്ടാൻ വേണ്ടിയിട്ട് 8000 9,000 കുട്ടികൾ പേ ചെയ്തിട്ട് പല ഹോസ്പിറ്റലിലും പോയിട്ടാണ് ക്ലിനിക്കൽസ് ചെയ്യുന്നത്. അതായത് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി തന്നെ റെഡിയാക്കുന്നതാണ്. പക്ഷേ കുട്ടികൾ എക്സ്ട്രാ പേ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പല ഹോസ്പിറ്റൽ ടൈപ്പ് ചെയ്ത ഹോസ്പിറ്റലിൽ പോയിട്ട് ക്ലിനിക്കൽസ് എടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്കറിയാലോ, ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ പേയ്മെന്റ് കൊടുത്തിട്ട് അവിടെ ക്ലിനിക്കൽസ് ചെയ്യുന്ന സമയത്ത് എത്രമാത്രം നമുക്ക് ക്ലിനിക്കൽ എക്സ്പോഷർ ഉണ്ടാവും, എത്രമാത്രം നഴ്സിംഗ് പ്രൊസീജിയർ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യൻ നഴ്സിംഗ് പഠിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള പറയാനുണ്ട്. അത് നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് വേറെ തന്നെ ചെയ്യാം. INCയുടെ റിക്വയർമെന്റ് പ്രകാരം ഇന്ത്യയിൽ ഫസ്റ്റ് സെമസ്റ്റർ മുതൽ ക്ലിനിക്കൽസ് കൊടുക്കണം എന്നുള്ളതാണ്. ഫസ്റ്റ് സെമസ്റ്ററിൽ ശരിക്ക് നഴ്സിംഗ് ഫൗണ്ടേഷൻ 1 എന്ന് പറഞ്ഞ സബ്ജക്റ്റിലാണ് മെയിൻ ക്ലിനിക്കൽസ് വരുന്നത്. അപ്പോൾ ഇതിൽ സാധാരണ വരാറുള്ളതെന്ന് വെച്ചാൽ ഫസ്റ്റ് സെമസ്റ്ററിലൊക്കെ വൈറ്റൽ കളക്ഷൻ, അതായത് ഈ ടെമ്പറേച്ചർ, പിന്നെ അതേപോലെ തന്നെ പ്രഷർ, ബ്ലഡ് കളക്ട് ചെയ്യുക, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വൈറ്റൽ കളക്ഷൻസും, അതേപോലെ തന്നെ എന്താ വെച്ചാൽ ബെഡ് മേക്കിംഗ് പോലുള്ള കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുണ്ടാവും. അതായത് പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ബെഡ് മേക്ക് ചെയ്യുക, പേഷ്യൻസിനെ കെയർ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ സെക്കൻഡ് സെമസ്റ്ററിലേക്ക് എത്തുമ്പോൾ നഴ്സിംഗ് ഫൗണ്ടേഷൻ 2 ആണ് അവിടെ ഉള്ളത്. അപ്പോൾ ആ സമയത്തേക്ക് നമ്മൾ കത്തീഡ്രേഷൻ, അതായത് മൂത്രത്തിൽ പമ്പിടുക, അതുപോലെ തന്നെ മൂക്കിൽ പമ്പിടുക, അതേപോലെ തന്നെ ഈ CPR, എയർവേ മാനേജ്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ സെമസ്റ്ററിൽ വരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഓരോ സെമസ്റ്ററിലും എന്തൊക്കെ ക്ലിനിക്കൽസ് ആണ് വരുന്നത്, എന്തൊക്കെ ക്ലിനിക്കൽസ് നിങ്ങൾക്ക് കിട്ടണം, എത്ര ഹവേഴ്സ് കിട്ടണം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ക്ലിനിക്കൽസിൻ്റെ, ഇന്ത്യയുടെ ക്ലിനിക്കൽസിൻ്റെ വേറെ തന്നെ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൽ നമുക്ക് വ്യക്തമായിട്ട് പറയാം. ഇനി നമ്മൾ സെക്കൻഡ് ഇയറിലേക്ക് കയറി തേർഡ് സെമസ്റ്ററിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് അഡൾട്ട് ഹെൽത്ത് നഴ്സിംഗ് സ്റ്റാർട്ട് ചെയ്യണത്. ഇതിലാണ് നമ്മൾ ശരിക്കും IV, ഇന്റർമസ്കുലാർ ഇഞ്ചക്ഷന്, അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ പോസ്റ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എത്തുന്ന സമയത്താണ് നമ്മൾ ഈ വൂണ്ട് മാനേജ്മെന്റ്, അതുപോലെ തന്നെ സ്യൂച്ചർ റിമൂവൽ, അതായത് നമ്മൾ തുന്നിട്ടുണ്ടാവുമല്ലോ, ഈ തുന്നൊക്കെ റിമൂവ് ചെയ്യുക, പിന്നെ അതേപോലെ തന്നെ പ്രീ ഓപ്പറേഷൻ കെയർ, പോസ്റ്റ് ഓപ്പറേഷൻ കെയർ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുന്നത്. അതായത് ഓപ്പറേഷൻ തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള നഴ്സിംഗ് പ്രൊസീജിയറുകളൊക്കെ നമ്മൾ പഠിക്കണം. ഞാൻ നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന പല കുട്ടികളോട് സംസാരിച്ച സമയത്ത് ഓപ്പറേഷൻ തിയേറ്ററുകളിൽ നമുക്കിത് ഈ പറഞ്ഞ പോലെ സ്യൂച്ചർ റിമൂവലും അതുപോലെ തന്നെ വൂണ്ട് മാനേജ്മെന്റ് ഒന്നും കംപ്ലീറ്റ്ലി പല ഹോസ്പിറ്റലുകളിലും ചെയ്യാൻ പറ്റാറില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ നമുക്ക് ബേസിക് നോളജ് മാത്രം ഉള്ളതുകൊണ്ട് നമുക്ക് അധിക സമയത്തും ഒബ്സർവേഷൻ, അതായത് കണ്ടിരിക്കാൻ മാത്രമാണ് പറ്റാറ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ നമുക്ക് ആ സെമസ്റ്ററിൽ കാർഡിയാക് ഡിപ്പാർട്ട്മെന്റിൽ പോസ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ കാർഡിയാക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ പഠിക്കാൻ പറ്റും. ഇനി നമ്മൾ ഫോർത്ത് സെമസ്റ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ ആ സെമസ്റ്ററിലാണ് ശരിക്കും ENT, നെഫ്രോളജി, ഓങ്കോളജി, ഓഫ്താൽമോളജി, ബേൺ യൂണിറ്റ്, ഇമ്മ്യൂണോളജി, ന്യൂറോളജി, എമർജൻസി മെഡിസിൻ, ക്രിട്ടിക്കൽ കെയർ, ഇങ്ങനെ തുടങ്ങിയ മെഡിക്കൽ വാർഡുകളിൽ നമുക്ക് പോസ്റ്റിംഗ് ഉണ്ടാവാം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്ലിനിക്കൽസ് എല്ലാം നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ ഓരോ വാർഡിലും ശരിക്കും എന്തൊക്കെ ക്ലിനിക്കൽസ്
ചെയ്യണമെന്ന് വരെ INC കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊന്നും നമുക്ക് എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള സമയം ഈ ഒരു വീഡിയോയിലില്ല. ഇനി 5th സെമസ്റ്ററിൽ നമുക്ക് ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് സ്റ്റാർട്ട് ചെയ്യും. അതായത് ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗിലാണ് നമ്മൾ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള നഴ്സിംഗ് പ്രൊസീജിയറുകളെല്ലാം പഠിക്കുന്നത്. ഇനി 6th സെമസ്റ്ററിലേക്ക് എത്തുമ്പോഴേക്കും ഇൻക്യുബേഷൻ ബേബീസ്, അതുപോലെ തന്നെ ബേബി ICU ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ ഈ ഒരു സെമസ്റ്ററിൽ സൈക്കാട്രി പോലുള്ള വേറെയും കുറേ ഡിപ്പാർട്ട്മെന്റിൽ ക്ലിനിക്കൽസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഏകദേശം ഇന്ത്യയിലുള്ള ക്ലിനിക്കൽസ്. അപ്പോൾ ഇതല്ലാതെ ഫൈനൽ സെമസ്റ്ററിൽ, അതായത് 8ാമത്തെ സെമസ്റ്ററിൽ നമുക്ക് കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ഇന്റേൺഷിപ്പ് ഉണ്ടാവും. അപ്പോൾ ഏകദേശം ഇങ്ങനെയാണ് ഇന്ത്യയുടെ ഒരു ക്ലിനിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ യൂറോപ്പിൽ നോക്കുന്ന സമയത്ത്, ബൾഗേറിയയിൽ നോക്കുന്ന സമയത്ത്, ഇന്ത്യയിലുള്ള ക്ലിനിക്കൽസുമായിട്ട് എടുത്ത് നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് സിമിലർ പോസ്റ്റിംഗ് തന്നെയാണ് ബൾഗേറിയയിലുള്ളത്. ബൾഗേറിയയിലും ഫസ്റ്റ് ഇയറിൽ തന്നെ ക്ലിനിക്കൽ പോസ്റ്റിംഗും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഇയറിൽ ബൾഗേറിയയിലും ഇന്ത്യയിലെ പോലെ തന്നെ ബെഡ് മേക്കിംഗ്, വൈറ്റൽ കളക്ഷൻ, ലംബാർ പഞ്ചർ, കാസ്റ്റിംഗ് ആൻഡ് സ്പ്ലിന്റിംഗ്, CPR, IV, കത്തീറ്റർ, ഇൻട്രാമസ്കുലാർ ഇഞ്ചക്ഷൻ ഇങ്ങനെ തുടങ്ങിയ ബേസിക് നഴ്സിംഗ് പ്രൊസീജിയറിന്റെ സ്കിൽ ലാബ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് അവർക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് നേരിട്ട് ചെയ്യാനും പറ്റും. പിന്നെ അതുപോലെ ഫസ്റ്റ് ഇയറിൽ ഓൾമോസ്റ്റ് 4 വീക്ക്, അതായത് 1 മാസത്തോളം നമുക്ക് കിൻഡർ ഗാർഡനിൽ പോസ്റ്റിംഗ് ഉണ്ടാവും. അതായത് കുട്ടികളുടെ കൂടെ നിന്ന് കുട്ടികളെ കെയർ ചെയ്യുന്നതും അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പോസ്റ്റിംഗ് ഉണ്ടാവും. അത് കഴിഞ്ഞ് 2 ആഴ്ചത്തോളം നമുക്ക് കെയർ ഹോമിൽ, അതായത് ഈ ഓൾഡ് ഏജ് ഹോം ഉണ്ടല്ലോ, ഈ വയസ്സായിട്ടുള്ള ആളുകളൊക്കെ ഉള്ള ഈ ഓൾഡ് ഏജ് ഹോമുകളിൽ പോസ്റ്റിംഗ് ഉണ്ടാവും. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ, കാരണം യൂറോപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേഴ്സുമാർ പ്രധാനമായിട്ടും വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലം തന്നെയാണ് ഓൾഡ് ഏജ് ഹോം. അപ്പോൾ ഓൾഡ് ഏജ് ഹോമിൻ്റെ ഈ ഒരു ക്ലിനിക്കൽ പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയർ മുതൽ ഈ യൂറോപ്പിൽ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ഇന്ത്യ പോലെയല്ല, ഇന്ത്യയിൽ ഓൾഡ് ഏജ് ഹോമിന് അത്ര പ്രയോറിറ്റി ഇല്ല. പക്ഷേ യൂറോപ്പിൽ ഓൾഡ് ഏജ് ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പാർട്ടാണ്. നേഴ്സിങ്ങിനുള്ള നേഴ്സസിന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇയർ മുതൽ അതിന്റെ ക്ലിനിക്കൽസും സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ബൾഗേറിയയിൽ ശരിക്കും ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ ആദ്യത്തെ 3 ആഴ്ചയ്ക്ക് ശേഷം തന്നെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഈ ബേസിക്, അതായത് ഈ ഇഞ്ചക്ഷൻ ചെയ്യുന്നതും അതുപോലെ തന്നെ വൈറ്റൽ കളക്ഷനും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സ്കിൽ ലാബിൽ നിന്ന് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കും. അതിനുശേഷമാണ് അവർ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. നമുക്ക് ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഓരോ ആഴ്ചയും 2 ദിവസം 5 മണിക്കൂർ വെച്ചിട്ട് നമുക്ക് എന്താ വെച്ചാൽ ക്ലിനിക്കൽസ് ഉണ്ടാവും. അതിൽ 3 മണിക്കൂർ നമ്മൾ പേഷ്യൻസിനോട് സ്പെൻഡ് ചെയ്ത് അവരുടെ ഹിസ്റ്ററി കളക്ഷനും വൈറ്റൽസ് കളക്ഷനും പോലുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ബാക്കി 2 മണിക്കൂറായിരിക്കും അതിന്റെ ക്ലാസ് ഉണ്ടാവുക. ഇനി നമ്മൾ 3rd 4th സെമസ്റ്ററിലേക്ക്, അതായത് 2nd ഇയറിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റുകളിൽ പോസ്റ്റിംഗ് ഉണ്ടാവും. അതായത് ഇന്റേണൽ മെഡിസിന്, അനസ്തേഷ്യ, സർജറി, പീഡിയാട്രിക്സ്, ന്യൂറോളജി, ഗൈനക്കോളജി, ഇൻഫെക്റ്റീവ് ഡിസീസസ്, പിന്നെ മെഡിക്കൽ വാർഡ്, സർജിക്കൽ വാർഡ്, ICU, ഓപ്പറേഷൻ തിയേറ്റർ, പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റ്, ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ തുടങ്ങിയ എല്ലാ വാർഡുകളിലും നമുക്ക് പോസ്റ്റിംഗ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഓൾമോസ്റ്റ് ഇന്ത്യയുടെ സെയിം ക്ലിനിക്കൽ സ്ട്രക്ചർ തന്നെയാണ് ബൾഗേറിയയിലും വരുന്നത്. ഇനി 5th 6th സെമസ്റ്ററിലേക്ക്, അതായത് 3rd ഇയറിലേക്ക് വരുന്ന സമയത്ത് ENT, സൈക്കാട്രി, ഓങ്കോളജി, ജെറിയാറ്റിക്സ്, ഒഫ്താൽമോളജി, കമ്മ്യൂണിറ്റി മെഡിസിൻ, അതേപോലെ കമ്മ്യൂണിറ്റീവ് ഡിസീസസ്, അതേപോലെ ഹോം കെയർ നഴ്സിംഗ്, ഹോം നഴ്സിംഗ്, ഹെൽത്ത് പ്രൊമോഷൻ, ഇതുപോലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നമുക്ക് ക്ലിനിക്കൽസ് ഉണ്ടാവും. ഇനി 7th 8th സെമസ്റ്റർ കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ഇന്റേൺഷിപ്പ് ആണ്. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും നമുക്ക് ഇന്റേൺഷിപ്പ് ഉണ്ടാവും. അതായത് സർജിക്കൽ ഡിസീസിലും, ഇന്റേണൽ ഡിസീസിലും, ഓങ്കോളജിയിലും, ജെറിയാറ്റിക്സിലും, ICUയിലും, ഇൻഫെക്റ്റീവ് ഡിസീസസിലും, മെന്റൽ ഹെൽത്തിലും, പീഡിയാട്രിക്സിലും, ഗൈനക്കോളജിയിലും ഇങ്ങനെ തുടങ്ങിയ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും ആ ഒരു ഇയർ മുഴുവൻ, അതായത് 2 സെമസ്റ്റർ ഫുൾ ഇന്റേൺഷിപ്പ് ആയതുകൊണ്ട് തന്നെ ആ ഇയർ മുഴുവൻ നമുക്ക് പോസ്റ്റിംഗ് ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ ഇത്രയാണ് ബൾഗേറിയയിലെ ക്ലിനിക്കൽസ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രമാത്രം ക്ലിനിക്കൽസ് യൂറോപ്പിലും കിട്ടുന്നുണ്ട് എന്നുള്ളത്. കാരണം നമ്മൾ പലരും മനസ്സിലാക്കിയേക്കുന്നത് നമ്മൾ യൂറോപ്പിൽ പഠിക്കുന്ന സമയത്ത് പേഷ്യൻസിനെ ടച്ച് ചെയ്യാൻ പറ്റില്ല, പേഷ്യൻസിനെ നമുക്ക് അടുത്ത് പോകാൻ പറ്റില്ല, അവരുടെ ബോഡിയിൽ ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ക്ലിനിക്കൽസ് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ്. എന്നാൽ അങ്ങനെയല്ല, നമുക്ക് നമ്മൾ അവിടെ എത്തിയ ഫസ്റ്റ് സെമസ്റ്റർ മുതൽ നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ക്ലിനിക്കൽസും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്ത്യയിലുള്ള ക്ലിനിക്കൽസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് സെയിം ക്ലിനിക്കൽസ് തന്നെ നമുക്ക് യൂറോപ്പിലും കിട്ടുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് യൂറോപ്യൻ യൂണിയൻ, അതായത് യൂറോപ്യൻ EU ഡിറക്റ്റീവിന്റെ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള കോഴ്സാണ് ബൾഗേറിയയിൽ എല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ക്ലിനിക്കൽസ് നിങ്ങൾക്ക് ബൾഗേറിയയിൽ കിട്ടും. ഇനി നമുക്ക് പറയാനുള്ളത് എക്സാമിനേഷൻസ് ആണ്. ഇന്ത്യയിൽ സാധാരണ സെമസ്റ്റർ എക്സാം ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതല്ലാതെ ഇന്റേണൽ എക്സാമുകൾ ഇന്ത്യയിലുള്ള കോളേജുകൾ നടത്താറുണ്ട്. പക്ഷേ ഇന്റേണൽ എക്സാമിന് മാർക്ക് കുറഞ്ഞുകൊണ്ട് ഫൈനൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലൊന്നും അത്രമാത്രം സ്ട്രിക്റ്റ് ആക്കുന്ന കോളേജുകൾ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്റേണൽ എക്സാമിന് അത്ര പ്രയോറിറ്റി ഇല്ല. സെമസ്റ്റർ എക്സാം ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സെമസ്റ്റർ എക്സാമിന് ഇലക്റ്റീവ്സിന്, അതായത് ഇംഗ്ലീഷ് പോലുള്ള ഇലക്റ്റീവ് സബ്ജക്റ്റുകൾക്ക് 40% ഉണ്ടെങ്കിൽ പാസ്സാവും. അതല്ല മെയിൻ സബ്ജക്റ്റുകൾക്ക് എല്ലാം 50%, അതുപോലെ തന്നെ പ്രാക്ടിക്കൽസിനും 50% വേണം പാസ്സാവാൻ. പിന്നെ INCയുടെ റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5ാമത്തെ സെമസ്റ്ററിന് മുന്നേ, അതിന് മുന്നേ ഉള്ള എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ ക്ലിയർ ചെയ്തിരിക്കണം. 5ാമത്തെ സെമസ്റ്റർ എന്ന് പറഞ്ഞാൽ 3rd ഇയറിലേക്ക് കയറുന്നതിന് മുന്നേ എല്ലാ ബാക്കുകളും, അതായത് അതിൻ്റെ മുന്നേയുള്ള എല്ലാ ഫെയിലായ എക്സാമുകളും നമ്മൾ ക്ലിയർ ചെയ്തിരിക്കണം. അതേപോലെ 7ാമത്തെ സെമസ്റ്ററിന്റെ മുന്നേയും, അതായത് 4th ഇയറിലേക്ക് പോകുന്നതിന്റെ മുന്നേയും നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ ബാക്ക് പേപ്പേഴ്സുകളും ക്ലിയർ ചെയ്തിരിക്കണം. പിന്നെ INCയുടെ മറ്റൊരു പ്രധാന
പ്രധാനപ്പെട്ട ഒരു റിക്വയർമെന്റ് ആണ് 8 വർഷത്തിനുള്ളിൽ നഴ്സിംഗ് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ്ലി നമ്മൾ തീർത്തിരിക്കണം. ഇനിയിപ്പോൾ നമ്മൾ യൂറോപ്പിൽ നോക്കുന്ന സമയത്ത്, ബൾഗേറിയയിൽ നോക്കുന്ന സമയത്ത് സാധാരണ സെമസ്റ്റർ എക്സാംസ് ഉണ്ടാവും, കൊളോക്യംസ് ഉണ്ടാവും. കൊളോക്യംസ് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ എക്സാം പോലുള്ള എക്സാമുകളാണ്. അപ്പോൾ ഈ എക്സാമിൻ്റെ മാർക്കുകളെല്ലാം അവർ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. നമുക്ക് പ്രോപ്പർ അറ്റൻഡൻസ്, അതായത് തിയറിക്ക് മാക്സിമം നമുക്ക് ഒരു സബ്ജക്റ്റിന് 3 ലീവുകൾ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. 3ന്റെ മുകളിലാണെങ്കിൽ നമുക്ക് എക്സാം എഴുതാൻ പറ്റില്ല. അതുപോലെ തന്നെ പ്രാക്ടിക്കലിന് 100% അറ്റൻഡൻസ് വേണം. പ്രാക്ടിക്കലിന് എന്തെങ്കിലും കാരണം കൊണ്ട്, ഇപ്പം എന്തെങ്കിലും മെഡിക്കൽ എമർജൻസിയോ കാര്യങ്ങളോ കൊണ്ട് ലീവ് എടുക്കുകയാണെങ്കിൽ നമ്മൾ അത് റിക്കവർ ചെയ്തെടുത്തിരിക്കണം. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈനൽ എക്സാം എഴുതാൻ അവർ സമ്മതിക്കില്ല. നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ ഒരു സെമസ്റ്റർ രണ്ടാമതും ജൂനിയേഴ്സിൻ്റെ കൂടെ ഇരുന്ന് പഠിച്ച് രണ്ടാമതും എഴുതി പാസ്സാവേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ ഒരു ഇയറിന് അടുത്ത ഇയറിലേക്ക് പോകുന്ന സമയത്ത് 2 സബ്ജക്റ്റുകളാണ് നമുക്ക് ക്യാരി ചെയ്ത് പോകാൻ പറ്റുക. 2ൽ കൂടുതൽ നമുക്ക് ക്യാരി ചെയ്ത് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഇയറിലും ആ 2 സബ്ജക്റ്റുകൾ ഒഴികെ ബാക്കിയുള്ള സബ്ജക്റ്റുകളെല്ലാം ക്ലിയർ ചെയ്തിരിക്കണം. ഇനി ഇന്ത്യയിൽ അറ്റൻഡൻസ് നോക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് 80% തിയറിക്കും 100% പ്രാക്ടിക്കലിനും നമുക്ക് അറ്റൻഡൻസ് ഉണ്ടായിരിക്കണം. പക്ഷേ കോയമ്പത്തൂരും ബാംഗ്ലൂരൊക്കെ ഉള്ള പല കോളേജുകളിലും നമുക്ക് അറ്റൻഡൻസ് കുറവാണെങ്കിലും പൈസ കൊടുത്തിട്ട് എക്സാം എഴുതാൻ പറ്റും. അങ്ങനെ പൈസ കൊടുത്തിട്ട്, അതായത് ഇപ്പോൾ തിയറിക്ക് അല്ലെങ്കിൽ പ്രാക്ടിക്കലിന് കുറച്ച് അറ്റൻഡൻസ് കുറവാണെങ്കിൽ നമുക്ക് ഫൈൻ പേ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം എഴുതാൻ പറ്റുന്ന ഓപ്ഷൻസും കാണാറുണ്ട്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് നഴ്സിംഗിൻ്റെ ഫീസാണ്. ഇപ്പോൾ നമ്മൾ ഫീസ് നോക്കുന്ന സമയത്ത് കേരളത്തിലുള്ള നഴ്സിംഗിൻ്റെ ഫീ ഓൾമോസ്റ്റ് ഗവൺമെൻറ് കോളേജുകളാണ് വളരെ കുറവാണ്. 15,000 സംതിങ് ഒക്കെ ട്യൂഷൻ ഫീസ് ആയിട്ടുണ്ടാവുള്ളൂ. എല്ലാ ഫീസും അടക്കം ഓൾമോസ്റ്റ് ഒരു 23,000 to 25,000 രൂപേൻ്റെ ഉള്ളിൽ മാത്രമാണ് നഴ്സിംഗ് ഫീസ് കേരളത്തിൽ വരുന്നുള്ളൂ, അതായത് ഗവൺമെൻറ് കോളേജുകളിലാണെങ്കിൽ. ഇനി അതല്ല മാനേജ്മെൻറ്റ് കോളേജുകളിൽ കേരളത്തിൽ പഠിക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് 70,000 മുതൽ 1 ലക്ഷം വരെ, അതായത് ഗവൺമെൻറ് മാനേജ്മെൻറ്റ് കോളേജാണെങ്കിൽ കുറവാണ്, അതല്ല പ്രൈവറ്റ് മാനേജ്മെൻറ്റ് ആണെങ്കിൽ അതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. 70,000 മുതൽ 1,10,000 1,20,000 രൂപ വരെയൊക്കെ ഫീസ് ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കോയമ്പത്തൂർ ബാംഗ്ലൂരൊക്കെ പോവുകയാണെങ്കിൽ അവിടെ വളരെ ഇത് സ്റ്റാൻഡേർഡ് കുറഞ്ഞ കോളേജുകളിൽ പലതും കണ്ടേക്കുന്നത് 1 ലക്ഷം രൂപയും 1,25,000 ഒക്കെ ഫീസുള്ള കോളേജുകൾ കണ്ടിട്ടുണ്ട്, ബാംഗ്ലൂരും കോയമ്പത്തൂരൊക്കെ ആയിട്ട്. ഇനിയിപ്പോൾ അതല്ല പിന്നെ നമ്മൾ ബാക്കിയുള്ള, അതായത് പ്രൈവറ്റ് കോളേജുകൾ, അത്യാവശ്യം നല്ല കോളേജുകൾ, ഓൺ മെഡിക്കൽ കോളേജൊക്കെ ഉള്ള ബാംഗ്ലൂരും കോയമ്പത്തൂരൊക്കെ ഉള്ള കണ്ടേക്കുന്നത് ഓൾമോസ്റ്റ് 2 to 2.5 ലക്ഷം രൂപ വരെയാണ് നഴ്സിംഗിൻ്റെ ഫീസ് ഉള്ളത്. ഇനി നമ്മൾ യൂറോപ്പിൽ നോക്കുന്ന സമയത്ത് നമ്മൾ ബൾഗേറിയ പറയുന്നുണ്ട്. ബൾഗേറിയയിൽ ശരിക്കും 3 യൂണിവേഴ്സിറ്റിയിലാണ് നഴ്സിംഗ് ഉള്ളത്, സോഫിയയിലും അതേപോലെ തന്നെ പ്ലോഡിയിലും അതേപോലെ തന്നെ പ്ലവനിലും. അപ്പോൾ സോഫിയയിൽ 5,000 ആണ് നഴ്സിംഗിന്റെ ഫീസ് ഒരു വർഷത്തേക്ക്, അതായത് ഇന്ത്യൻ റുപ്പീസ് നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് 5,30,000 രൂപേൻ്റെ അടുത്ത്. ഇനിയിപ്പോൾ നമ്മൾ പ്ലോഡിവിൽ നോക്കുന്ന സമയത്ത് പ്ലോഡിവിൽ ഏകദേശം 4,000 ആണ് ഒരു വർഷത്തേക്ക്, ഒരു സെമസ്റ്ററിലേക്ക് 2,000 അതായത് ഇന്ത്യൻ റുപ്പീസിലേക്ക് വരുന്ന സമയത്ത് 4,25,000 രൂപേൻ്റെ അടുത്ത്. ഇനിയിപ്പോൾ പ്ലവനിൽ നോക്കുന്ന സമയത്ത് 3,500 ആണ്, അതായത് ഇന്ത്യൻ റുപ്പീസിൽ ഏകദേശം 3,70,000 രൂപേൻ്റെ അടുത്ത്. അപ്പോൾ ഇതാണ് യൂറോപ്പിലെ ഓൾമോസ്റ്റ് ഒരു ഫീസ് സ്ട്രക്ചർ. യൂറോപ്പിൽ ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ജർമ്മൻ യൂണിവേഴ്സിറ്റികളുണ്ട്. പക്ഷേ ജർമ്മൻ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് വേണം, എന്നാൽ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഹംഗറിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഹംഗറിയിൽ ഏകദേശം 6,200 അടുത്താണ് നമ്മളെ നഴ്സിംഗിൻ്റെ ഫീസ്, അതായത് ഒരു സെമസ്റ്ററിലേക്ക് 3,100 അടുത്ത്. ഇനി നമ്മൾ ലിവിങ് എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ മെയിൻ ആയിട്ടുള്ള ലിവിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ അക്കോമഡേഷൻ ആണ്. അപ്പോൾ കുട്ടികളാണെങ്കിൽ നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികൾ എവിടെയായിക്കോട്ടെ ഭൂരിഭാഗം കുട്ടികൾ നിൽക്കുന്നുണ്ടാവുക ഹോസ്റ്റലിലായിരിക്കും. കേരളത്തിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ പഠിക്കുന്ന കുട്ടികൾ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികളുടെ ഹോസ്റ്റൽ, ഇപ്പോൾ ഗവൺമെൻറ്റിലാണ് പഠിക്കുന്നതെങ്കിൽ അവർക്ക് ഹോസ്റ്റൽ റെൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല, ഓൾമോസ്റ്റ് വളരെ കുറഞ്ഞ പൈസ മാത്രമേ ഉണ്ടാവുള്ളൂ. ഫുഡിൻ്റെ എക്സ്പെൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഫുഡിന് ഓൾമോസ്റ്റ് ഒരു 30,000 മുതൽ 40,000 വരെ ഒരു ഇയറിനേക്ക് വരാറുണ്ട് ഓൾമോസ്റ്റ്. അപ്പോൾ ആ ഫുഡിൻ്റെ എക്സ്പെൻസ് മാത്രമാണ് പ്രധാനമായിട്ടും കുട്ടികൾക്ക് വരാറുള്ളൂ. കേരളത്തിലാണെങ്കിൽ, കേരളത്തിൽ ഗവൺമെൻറ്റിലാണ്, കേരളത്തിൽ മാനേജ്മെൻറ്റിലാണെങ്കിൽ ഹോസ്റ്റൽ എക്സ്പെൻസ് ഓൾമോസ്റ്റ് 50,000 മുതൽ ഓൾമോസ്റ്റ് 1 lakh വരെ വരാറുണ്ട്. അത് അക്കോർഡിംഗ് ടു കോളേജ്, അക്കോർഡിംഗ് ടു ഹോസ്റ്റലിൻ്റെ ഫെസിലിറ്റീസ് അനുസരിച്ച് മാറാറുണ്ട്. പ്രൈവറ്റ് കോളേജുകളിൽ ഓൾമോസ്റ്റ് ഫുഡും ഇൻക്ലൂഡഡ് ആയിട്ടാണ് ഉണ്ടാവാറുള്ളത്. ഒരു 70,000 മുതൽ 1 ലക്ഷം രൂപയൊക്കെ ഫുഡ് ഇൻക്ലൂഡഡ് ആയിട്ട് വരാറുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കോയമ്പത്തൂർ, ബാംഗ്ലൂരൊക്കെ നോക്കുന്ന സമയത്ത് ഹോസ്റ്റൽ എക്സ്പെൻസ് ഓൾമോസ്റ്റ് ഒരു 50,000 മുതൽ 1 ലക്ഷം രൂപ വരെയും ഫുഡ് എക്സ്പെൻസ് ഒരു 30,000 മുതൽ 40,000 വരെയൊക്കെയാണ് വരാറുള്ളത്. ഓൾമോസ്റ്റ് ഒരു 70 to 1 lakhന്റെ ഉള്ളിലൊക്കെ ഫുഡും അക്കോമഡേഷനും എല്ലാം കൂടെ ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ വരാറുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് വരുന്ന അടുത്തൊരു എക്സ്പെൻസ് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് ആണ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് അത്രമാത്രം വരില്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കോളേജിൻ്റെ അടുത്ത് തന്നെയായിരിക്കും ഹോസ്റ്റൽ ഉണ്ടാവുക, അതുകൊണ്ട് നടന്നു പോകാനുള്ള ദൂരെ ഹോസ്റ്റൽ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള റോമിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള മാത്രമാണ് ട്രാൻസ്പോർട്ടേഷൻ വരുള്ളൂ. പിന്നെ നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഭൂരിഭാഗം ഇപ്പം ഏത് സ്ഥലത്ത് പഠിക്കുകയാണെങ്കിലും ശരി, നമ്മൾ നാട്ടിൽ നിന്ന് ബൈക്ക് കുട്ടികൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ട് ആ ബൈക്ക് ഉപയോഗിക്കുന്നതാണ് പൊതുവെ കണ്ടുവരാറുള്ളത്. ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ഫ്രണ്ട്സിന്
ബൈക്ക് ഉണ്ടാവും, ആ ബൈക്കൊക്കെ യൂസ് ചെയ്തിട്ടാണ് കുട്ടികൾ ട്രാവൽ ചെയ്യാറുള്ളത്. പബ്ലിക് ട്രാൻസ്പോർട്ട് വളരെ കുറവാണ്. അതല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ അല്ലെങ്കിൽ ആ ഒരു കോളേജിൻ്റെ തന്നെ ബസ് ഉണ്ടാവും, ആ ബസ്സാണ് കുട്ടികൾ യൂസ് ചെയ്യാറുള്ളത്. ഇനി നമ്മൾ യൂറോപ്പിലേക്ക് നോക്കുന്ന സമയത്ത് യൂറോപ്പിലും നമ്മുടെ മെയിൻ ലിവിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആണ്. സാധാരണ യൂറോപ്പിൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളെല്ലാവരും അഡ്മിഷൻ എടുക്കുന്നുണ്ടാവുക ക്യാപിറ്റൽ സിറ്റിയിലുള്ള യൂണിവേഴ്സിറ്റികളിലേക്കായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ബൾഗേരിയയിൽ നോക്കുകയാണെങ്കിൽ സോഫിയയിലും പ്ലവനിലും പ്ലോഡിവിലും ഒക്കെ നഴ്സിംഗ് കോഴ്സ് ഉണ്ട്. പക്ഷേ പ്ലവനിലും പ്ലോഡിവിലൊക്കെ ഇംഗ്ലീഷ് ലാംഗ്വേജ് മാത്രം വെച്ച് പാർട്ട് ടൈം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് മാത്രം വെച്ചിട്ട് ഒരു പാർട്ട് ടൈം അവിടെ കിട്ടില്ല. അത് വിചാരിച്ച് നമ്മൾ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. അപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ സിറ്റിയിലാണ് പൊതുവെ, ക്യാപിറ്റൽ സിറ്റിയിൽ അല്ലെങ്കിൽ അത്യാവശ്യം പാർട്ട് ടൈം ഉള്ള സ്ഥലങ്ങളിലാണ് കുട്ടികൾ അഡ്മിഷൻ എടുക്കാറുള്ളത്. അവിടെ ലിവിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 5000 to 5500 യൂറോന്റെ അടുത്താണ് വരിക. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് അക്കോമഡേഷനും ഫുഡും ആണ്. അക്കോമഡേഷൻ ഓൾമോസ്റ്റ് ഒരു 300 to 350 യൂറോ വരും. റിമൈനിങ് ഫുഡിന് വരും. യൂറോപ്പിൽ ബൾഗേരിയയിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരു റൂമിൽ ഒരാളെയാണ് അലോ ചെയ്യുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ ഇൻഡിവിജ്വൽ സ്പേസ് ഉണ്ടാവും. അത്രയും കംഫർട്ട് ഉണ്ടാവും നമുക്ക് ജീവിക്കാൻ. അതേപോലെ ഫുഡിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഫുഡ് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഭൂരിഭാഗവും കുക്ക് ചെയ്താണ് കഴിക്കുക. അപ്പോൾ ഫുഡിന്റെ കാര്യം ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഫുഡിന്റെ ഒരു സെക്ഷൻ വരുന്നുണ്ട്, അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട എക്സ്പെൻസ്. ഇതല്ലാതെ ഓരോ വർഷവും വരുന്ന പിന്നെ വിസ റിന്യൂവൽ ആണ്. അതായത് നമ്മുടെ ബൾഗേറിയൻ ID നമുക്ക് റിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ ഒരു വർഷം ഓൾമോസ്റ്റ് 15000 രൂപ, അതായത് 150 യൂറോൻ്റെ അടുത്ത് എക്സ്പെൻസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ എന്താണെന്ന് വെച്ചാൽ ഓരോ വർഷവും പോയി വരാനുള്ള ഫ്ലൈറ്റ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെയാണ്, കോയമ്പത്തൂരൊക്കെയാണ് ഒരു ബസ് എടുത്താൽ നമുക്ക് നാട്ടിലേക്ക് വരാൻ പറ്റും. വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി വരുന്ന കുട്ടികളാണ്. പക്ഷെ അങ്ങനെ നമ്മൾ പുറത്ത് പഠിക്കുന്ന സമയത്ത് പറ്റില്ല. ഒന്നാമത് പാർട്ട് ടൈം ഒക്കെ ചെയ്യുന്നതാണ്, രണ്ടാമത്തെ അത്രയും സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇയർലി ആയിരിക്കും വരുന്നുണ്ടാവുക, ഇല്ലെങ്കിൽ 2 കൊല്ലത്തിലോ 3 കൊല്ലത്തിലോ കൂടുന്ന സമയത്താണ് വരുന്നുണ്ടാവുക. ആ സമയത്തുള്ള ഫ്ലൈറ്റ് എക്സ്പെൻസും ഒരു എക്സ്പെൻസ് ആണ്. ഇനി ഇന്ത്യയിലുള്ള വെക്കേഷൻ ഓരോ കോളേജിനനുസരിച്ച് മാറാറുണ്ട്. ഒരു സെമസ്റ്ററിൽ 3 വീക്കാണ് ഒഫീഷ്യലി ഉള്ള ലീവ്. അതേപോലെ തന്നെ സ്റ്റഡി ലീവായിട്ട് ഒരു 2 വീക്കും ഉണ്ടാവാറുണ്ട്. എന്നാലും ഇത് കോളേജ് ടു കോളേജ് ചെറുതായിട്ട് മാറാറുണ്ട്. ഇനി ബൾഗേരിയയിൽ നോക്കുന്ന സമയത്ത് ഒരു വർഷത്തിൽ 2 മാസമാണ് നമുക്ക് വെക്കേഷൻ ഉണ്ടാവുക. ഈ വെക്കേഷൻ്റെ സമയത്ത് എല്ലാ കുട്ടികളും നാട്ടിലേക്ക് വരണമെന്നില്ല. കാരണം വെക്കേഷൻ ഉണ്ടാവുന്നത് സമ്മർ സീസണിലാണ്. ഈ സമ്മർ സീസണിലാണ് മെയിനായിട്ട് ബൾഗേരിയയിൽ പാർട്ട് ടൈം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ സമയത്താണ് കുട്ടികൾ പ്രധാനമായിട്ടും പാർട്ട് ടൈം ചെയ്യുക. ഇത് നമ്മൾ പാർട്ട് ടൈമിൻ്റെ ഭാഗത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇനി നമുക്ക് പറയാനുള്ള മറ്റൊരു കാര്യം ഫുഡ് ആൻഡ് ലൈഫാണ്, അതായത് കോളേജ് ലൈഫ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലായിക്കോട്ടെ, കോയമ്പത്തൂർ ആയിക്കോട്ടെ, ബാംഗ്ലൂർ ആയിക്കോട്ടെ, ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ക്യാമ്പസ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെവലാണ്, മറക്കാനാവാത്ത ജീവിതത്തിലെ മെമ്മറീസ് ആയിരിക്കും. നമ്മളിപ്പം ആനന്ദം സിനിമയിലും പിന്നെ ഈ വാരണായിരത്തിലൊക്കെ, ഈ 19 കിഡ്സ് ആണെങ്കിൽ വാരണായിരത്തിലൊക്കെ കണ്ട ഒരു കോളേജ് ലൈഫ് ഉണ്ട്. ഈ കോളേജ് ലൈഫൊക്കെ തന്നെയാണ് ഏകദേശം കോയമ്പത്തൂരും ബാംഗ്ലൂരൊക്കെ ഉള്ളത്. അതായത് കുറേ പരിപാടികളും ഫ്രണ്ട്സും അതുപോലെ തന്നെ റോമിങ്ങും ട്രിപ്പൊക്കെ ആയിട്ട് വളരെ ചില്ലായിട്ടുള്ള ലൈഫ് തന്നെയാണ് ഇവിടെ ഉള്ളത്. എന്നാൽ എഡ്യൂക്കേഷൻ പ്രോപ്പറായിട്ട് നോക്കുന്ന, ഒരു കരിയറിനെ ദൂരെ ഒരു ലോങ് വിഷനോടെ നോക്കുന്ന ആൾക്കാർക്ക് ഇത് കുറച്ചൊരു കുറവുണ്ടാവും. അതായത് അത്ര കോളേജ് ലൈഫ് ഉണ്ടാവില്ല. എന്നാലും അതായത് കോളേജ് ചില്ല് ചെയ്യണമെന്ന് വിചാരിക്കുന്നവർക്ക് നാട്ടിൽ വളരെ ചില്ലാണ് നമ്മുടെ യൂണിവേഴ്സിറ്റികൾ, നമ്മുടെ കോളേജുകളെല്ലാം. ഇത് നമ്മൾ യൂറോപ്പിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി പഠിക്കാനുള്ള സാധനങ്ങളും അതിൻ്റെ ഇടയിലുള്ള ബാക്കിയുള്ള സമയത്ത് പാർട്ട് ടൈമും ചെയ്യാനുണ്ട്. ഈ പാർട്ട് ടൈമും പഠിപ്പും കരിയറും വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ശരിക്കും കോളേജ് ലൈഫ് നാട്ടിലെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒന്നും യൂറോപ്പിലില്ല. അപ്പോൾ ഈ ഒരു കാര്യമുണ്ട്. പക്ഷേ നമ്മുടെ കരിയർ വെൽ സെറ്റിൽഡ് ആയിരിക്കും യൂറോപ്പിൽ. അതേസമയത്ത് നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന സമയത്ത് ഫുൾ ചില്ലായിരിക്കും, പഠിച്ചു കഴിഞ്ഞാൽ തേരാപ്പര നടക്കേണ്ടി വരും, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ സാലറിക്ക് വർക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഇനി നമ്മൾ ഫുഡിന്റെ കാര്യം നോക്കുന്ന സമയത്ത് ഇന്ത്യയിൽ നമ്മളിപ്പം നാട്ടിലിപ്പോൾ പല ജില്ലകളിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാൻ പറ്റുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ അതല്ല, നമ്മളിപ്പം കോയമ്പത്തൂർ അല്ലെങ്കിൽ മാംഗ്ലൂർ അല്ലെങ്കിൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ ചെന്നൈയിലൊക്കെ പഠിക്കുന്ന സമയത്തും ഇവിടെ എല്ലാം ഓൾമോസ്റ്റ് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫുഡ് സ്റ്റൈലാണ്. ബാംഗ്ലൂർ ഓൾമോസ്റ്റ് കേരളത്തിലെ എല്ലാ ഫുഡുകളും കിട്ടും, ബാംഗ്ലൂരിലെ ഫുഡുകൾ കിട്ടും, കർണാടകയിലുള്ള മറ്റുള്ള സ്ഥലങ്ങളിലെ ഫുഡുകൾ കിട്ടും, ആന്ധ്രാപ്രദേശ് ഫുഡുകൾ കിട്ടും, അങ്ങനെ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തുനിന്നുള്ള ഫുഡുകളും കിട്ടും. ഇതെല്ലാം നമുക്ക് കഴിക്കാൻ പറ്റുന്ന, നമുക്ക് നല്ല രീതിയിൽ രുചി തോന്നുന്ന സാധനങ്ങളാണ്. കാരണം നമ്മുടെ ഫുഡ് കൾച്ചറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫുഡുകളാണ് ഇവിടെയൊക്കെ ഉള്ളത്. തമിഴ്നാട്ടിലാണെങ്കിൽ തമിഴ്നാട്ടിൻ്റെ എല്ലാ ഫുഡും നമുക്ക് അക്സെപ്റ്റബിൾ ആണ്. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഫുഡിനോ കാര്യങ്ങൾക്കോ ഒന്നും പ്രശ്നമില്ല. അത് മാത്രമല്ല പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന സമയത്ത് വലിയ റേറ്റും ഇല്ല. നമ്മുടെ നാട്ടിൽ ഓൾമോസ്റ്റ് സെയിം റേറ്റ് തന്നെയുള്ളൂ. അതേ സമയത്ത് യൂറോപ്പിലേക്ക് എത്തുന്ന സമയത്ത് യൂറോപ്പിൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്ന പറഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കിട്ടാൻ വളരെ പ്രയാസമാണ്. കാരണം യൂറോപ്യൻ ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന കോലത്തിലായിരിക്കും. കാരണം എരിവും പുളിയൊന്നും ഉണ്ടാവില്ല. അവരധികം എരിവും പുളിയൊന്നും ഇല്ലാതെ വളരെ മൈൽഡ് മസാലാസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അത് നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പച്ചറച്ചി ചോദിക്കും. അപ്പോൾ ഇനി പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഹോട്ടലുകളിൽ പോകാന്നുള്ളതാണ്. ഇന്ത്യൻ ഹോട്ടലുകളിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലുള്ള സ്പൈസുകൾ അവിടെ കിട്ടാത്തതുകൊണ്ട് തന്നെ അതിന് നാട്ടിലെ ടേസ്റ്റ് ഉണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ അത് വളരെ എക്സ്പെൻസീവ് ആയിരിക്കും. അതുകൊണ്ട് കുട്ടികൾക്ക് അത് കഴിക്കാനും പറ്റില്ല. പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ സെൽഫ് കുക്കിംഗ് ആണ്. യൂറോപ്പിൽ പഠിക്കുന്ന 99% കുട്ടികളും സെൽഫ് കുക്കിംഗ് ആണ്. അതായത് ഒരു ഇയറിൽ 1-2 പ്രാവശ്യം പുറത്തുനിന്ന് കഴിച്ചായി എന്തെങ്കിലും പാർട്ടിക്ക്. അതല്ലാതെ ഫുൾ ടൈം അവർ സെൽഫ് കുക്കിംഗ് തന്നെയാണ്. നാട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് മസാലാസും അതുപോലെ തന്നെ വേണ്ട സാധനങ്ങളും കുക്കറൊക്കെ കൊണ്ടുപോയി ഫുൾ ഫുഡ് റൂമിൽ കുക്ക് ചെയ്താണ് കഴിക്കുന്നത്.
കഴിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താ വെച്ചാൽ ആ എക്സ്പെൻസ് മാനേജ് ചെയ്യാനും പറ്റും, അവർക്ക് വേണ്ട സാധനങ്ങൾ ഉണ്ടാക്കി കഴിക്കാനും പറ്റും എന്നുള്ള ബെനിഫിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഈ മറ്റ് സ്റ്റേറ്റുകളിൽ പഠിക്കുന്നതിനേക്കാളും മറ്റ് സ്റ്റേറ്റുകളിൽ പഠിക്കുമ്പോൾ ചിലപ്പോൾ മെസ്സ് എടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് കഴിക്കാറുണ്ട്. കുക്ക് ചെയ്യുന്നത് അത്രമാത്രം കുട്ടികൾ കുക്ക് ചെയ്യുന്നത് കണ്ടിട്ടില്ല, വളരെ കുറവാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ യൂറോപ്പിൽ പഠിക്കുന്ന സമയത്ത് കുട്ടികൾ അവരുടെ ലൈഫ് കുറച്ചുകൂടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയസ് ആവും. അതുപോലെ തന്നെ അവർ കാര്യങ്ങളെല്ലാം പഠിക്കും. അതായത് കുട്ടികൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആവും. കുക്കിംഗ് ആയിക്കോട്ടെ, ബാക്കിയുള്ള കാര്യങ്ങളായിക്കോട്ടെ, എല്ലാത്തിലും വളരെ ഇൻഡിപെൻഡൻ്റ് ആവും, കുറച്ചുകൂടെ മെച്യൂർഡ് ആവും എന്നുള്ളത് യൂറോപ്പിൽ പഠിക്കുന്ന സമയത്തുള്ള ഒരു ബെനിഫിറ്റ് ആണ്. അതേപോലെ തന്നെ ഒരു കാര്യമാണ് മൾട്ടി കൾച്ചറിൽ നമ്മൾ മിങ്കിൾ ആവുക എന്നുള്ളത്. അതായത് നമ്മൾ ഇന്ത്യയിൽ പഠിക്കുന്ന സമയത്ത് ഇന്ത്യയിലുള്ള കൾച്ചറുകളാണുള്ളത്, എന്നാൽ യൂറോപ്പിൽ എത്തുന്ന സമയത്ത് പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റി തന്നെ ജർമ്മനിയിൽ നിന്നുള്ള ആൾക്കാരുണ്ടാവും, ഇറ്റലിയിൽ നിന്നുള്ള ആൾക്കാരുണ്ടാവും, ഫ്രാൻസിൽ നിന്നുള്ള ആൾക്കാരുണ്ടാവും, ഡെൻമാർക്കിൽ നിന്നുള്ള ആൾക്കാരുണ്ടാവും. ഇങ്ങനെ പല പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ബൾഗേരിയയിലും മറ്റു രാജ്യങ്ങളിലും വന്ന് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ബൾഗേരിയയിൽ നോക്കുകയാണെങ്കിൽ സോഫിയയിലൊക്കെ ജർമ്മനിയിൽ നിന്നും ഇറ്റലിയിൽ നിന്നും അയർലാൻഡിൽ നിന്നും ഒരുപാട് കുട്ടികൾ വന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം നമ്മുടെ ക്ലാസ്സിലുണ്ടാവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവരോടൊക്കെ സംസാരിക്കുകയാണ്, അവരോടൊക്കെ ഇൻട്രാക്ട് ചെയ്യണം, അവരുടെ രാജ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു ഡൈവേഴ്സിഫൈ ആവും. അതായത് യൂറോപ്പിൻ്റെ, ഈസ്റ്റേൺ യൂറോപ്പിൻ്റെയും വെസ്റ്റേൺ യൂറോപ്പിൻ്റെയും കൾച്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ മെച്യൂർഡ് ആവും എന്നുള്ളത് യൂറോപ്പിൽ പഠിക്കുന്ന സമയത്ത് ഒരു വലിയ ബെനിഫിറ്റാണ്. ഇത് നമ്മൾ ക്ലൈമറ്റ് നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റ് പഠിക്കുകയാണെങ്കിലും നമുക്ക് ക്ലൈമറ്റ് വലിയ പ്രശ്നമില്ല. ഇപ്പോൾ ബാംഗ്ലൂർ ആണെങ്കിൽ കുറച്ചൊരു തണുപ്പ് കൂടുതലാണെന്നുള്ളൂ, നമുക്ക് അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വലിയ പ്രശ്നമില്ലാത്തൊരു ക്ലൈമറ്റാണ്. എന്നാൽ യൂറോപ്പിൽ എത്തുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലാത്ത എൻറ്റയർലി ഡിഫറെൻറ്റ് ക്ലൈമറ്റാണ്. അതായത് നല്ല തണുപ്പുള്ള സമയത്ത് ഓൾമോസ്റ്റ് ഒരു നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് വരെ നല്ല തണുപ്പാണ്, വിൻ്റർ സമയമാണ്, സ്നോഫോൾ ഉണ്ടാവും. അതായത് -ഡിഗ്രിയിലേക്കൊക്കെ തണുപ്പ് പോകാറുണ്ട്. എന്നാൽ ഈ തണുപ്പ് കൊണ്ട് കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. കാരണം എന്താ വെച്ചാൽ പ്രോപ്പർ ജാക്കറ്റ്, പ്രോപ്പർ ബൂട്ട്, പ്രോപ്പർ ഡ്രസ്സിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമില്ല. പാർട്ട് ടൈം ചെയ്യുന്നതിനാലും ശരി, യൂണിവേഴ്സിറ്റിയിലായാലും ശരി. കാരണം എല്ലാ സ്ഥലത്തും ഹീറ്റഡ് ആയിരിക്കും, ബസ് അടക്കം ടാക്സി അടക്കം കംപ്ലീറ്റ്ലി ഹീറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് എന്താ വെച്ചാൽ നമുക്ക് പാർട്ട് ടൈം ചെയ്യുന്നതിനോ കാര്യങ്ങൾക്കോ ഒന്നും പ്രശ്നമില്ല. പക്ഷേ ക്ലൈമറ്റ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ക്ലൈമറ്റ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതിനനുസരിച്ച് നമ്മൾ അവിടെ നിൽക്കണം എന്നുള്ളതാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ എൻറ്റയർലി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ വരും. കാരണം ഓരോ സീസണിനനുസരിച്ച് ഓരോ ഡ്രസ്സുകൾ വരും, ഓരോ ഫുഡ് വരും, ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ നമുക്ക് വരും. ഇനി നമ്മൾ കരിയർ ഓപ്പർച്യൂണിറ്റി നോക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന നേഴ്സുമാർ, കുട്ടികളെല്ലാവരും ഇപ്പോൾ കേരളത്തിലാണെങ്കിലും ശരി, പുറത്താണെങ്കിലും ശരി വർക്ക് ചെയ്യുന്നുണ്ടാവും. ഒന്നെങ്കിൽ കേരളത്തിലുള്ള ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യും, അതല്ലെങ്കിൽ ബാംഗ്ലൂരോ അതുപോലുള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ബാംഗ്ലൂർ നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂരാണ് നമ്മുടെ ചുറ്റുവട്ടത്തിൽ ഏറ്റവും നല്ല സാലറി കിട്ടുന്ന ഒരു സ്ഥലം. അപ്പോൾ ബാംഗ്ലൂരിലാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 25,000 മുതൽ 30,000 രൂപ വരെയാണ് ഒരു ഫ്രഷ് നേഴ്സിന് മാക്സിമം കിട്ടാവുന്നത്. ടിപ്പിക്കലി നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15,000 മുതൽ 20,000 രൂപ വരെയാണ് ഒരു ഫ്രഷ് നേഴ്സിന് ഒരു ഹോസ്പിറ്റലിൽ കിട്ടുന്നത്. പിന്നെ ഇതല്ലാത്ത ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോയി സെറ്റിൽ ആവുക എന്നുള്ളതാണ്. മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോയി സെറ്റിൽ ആവുന്നതിൻ്റെ മുന്നേ നമുക്ക് ബൾഗേരിയയിൽ പഠിച്ചാൽ അല്ലെങ്കിൽ യൂറോപ്പിൽ പഠിച്ചാലുള്ള കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോകാം. അതായത് ഇപ്പോൾ നമ്മൾ ബൾഗേരിയയിൽ ഒരു നേഴ്സായിട്ട് പഠിച്ചിട്ട് ബൾഗേരിയയിൽ തന്നെ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യാം. ഇന്ത്യയിൽ പഠിച്ച് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന പോലെ അവിടെ തന്നെ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യാം. അതിന് വേണ്ടത് ബൾഗേരിയൻ ലാംഗ്വേജ് ആണ്. അപ്പോൾ ബൾഗേരിയൻ ലാംഗ്വേജ് ഓൾമോസ്റ്റ് ഇപ്പം നമ്മൾ 4 വർഷം പഠിക്കുന്നുണ്ട്. ആദ്യത്തെ വർഷം ലാംഗ്വേജ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഭാഷ പഠിപ്പിക്കുന്നുണ്ട്. കാരണം നേഴ്സിംഗ് ഒരു ക്ലിനിക്കൽ ഓറിയൻറ്റഡ് കോഴ്സ് ആയതുകൊണ്ട് തന്നെ നേഴ്സിംഗ് പഠിപ്പിക്കുന്ന എല്ലാ യൂണിവേഴ്സിറ്റികളും അവരുടെ ലോക്കൽ ലാംഗ്വേജ് എൻഫോഴ്സ് ചെയ്ത് നല്ല നിർബന്ധിപ്പിച്ച് സ്ട്രിക്റ്റ് ആക്കിയിട്ട് പഠിപ്പിക്കും. കാരണം എന്താ വെച്ചാൽ ഭാഷ നിർബന്ധമായുണ്ട്. ഇപ്പോൾ ബൾഗേരിയയിലാണെങ്കിൽ നേഴ്സിംഗ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ സ്പെഷ്യലായിട്ട് അവരെ ഭാഷ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ 4 വർഷം കൊണ്ട് അവർ പ്രോപ്പറായിട്ടുള്ള ഭാഷ പഠിക്കും. അപ്പോൾ ഇങ്ങനെ ഭാഷ ഓൾറെഡി പഠിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് ബൾഗേരിയയിൽ തന്നെ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഫ്രഷർ നേഴ്സിന് ബൾഗേരിയയിൽ കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞാൽ 1,200 to 1,500 യൂറോ ആണ്. നാട്ടിൽ ഓൾമോസ്റ്റ് 1,30,000 to 1,60,000 രൂപൻ്റെ അടുത്ത് ഒരു മാസം ഒരു നേഴ്സിന് കിട്ടും. അപ്പം നമ്മുടെ നാട്ടിലേക്കാളും എത്ര വ്യത്യാസം ഉണ്ട് എന്നുള്ള ഒന്ന് നോക്കുക. അതുമാത്രമല്ല നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ജോലി കണ്ടെത്താൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് ഒരു 9 മാസം വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോബ് സീക്കർ വിസ യൂറോപ്പിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ 9 മാസം ഓൾമോസ്റ്റ് ഒരു 12 മാസത്തോളം നമുക്കത് കിട്ടും. അതായത് ജോബ് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയവും കിട്ടും. ആ സമയത്തുള്ള ഒരു എംപ്ലോയറെ കണ്ടുപിടിച്ച് ജോലി കണ്ടുപിടിച്ച് നമുക്ക് അവിടെ വർക്ക് ചെയ്ത് സെറ്റിൽ ആവാനുള്ള ഓപ്ഷനും യൂറോപ്പിലുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ബൾഗേരിയയിൽ പഠിച്ചിട്ട് ബൾഗേരിയയിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇന്ത്യയിൽ പഠിച്ചിട്ട് നമ്മൾ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മറ്റ് രാജ്യങ്ങളിലേക്ക് സെറ്റിൽ ആവുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിൽ പഠിച്ചിട്ട് നമുക്ക് മിഡിൽ ഈസ്റ്റിലേക്ക് പോകണമെങ്കിൽ, മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ ഏത് രാജ്യത്ത് പഠിച്ച് പോകണമെങ്കിലും എക്സ്പീരിയൻസ് വേണം എന്നുള്ള ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ ഇന്ത്യയിൽ പഠിച്ചിട്ട് 2 വർഷം ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ട് മിഡിൽ ഈസ്റ്റിലേക്ക് DHA എക്സാം എഴുതി, ഇപ്പോൾ ദുബായിലാണ് DHA എക്സാം എഴുതിയിട്ട് അല്ലെങ്കിൽ ഏതാണോ രാജ്യത്തേക്ക് നമ്മൾ പോകുന്ന ആ രാജ്യത്തിൻ്റെ ഹെൽത്ത് അതോറിറ്റിയുടെ എക്സാം എഴുതിയിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. ഇപ്പോൾ യൂറോപ്പിലാണ് പഠിക്കുന്നതെങ്കിൽ യൂറോപ്പിൽ പഠിച്ചിട്ട് അവിടെ 2 വർഷം വർക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മിഡിൽ ഈസ്റ്റിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള രാജ്യത്തോ അവരുടെ ഹെൽത്ത് അതോറിറ്റിൻ്റെ എക്സാം എഴുതിയിട്ട് പോകാൻ പറ്റും. ഇപ്പം യൂറോപ്പിൽ പഠിച്ച കുട്ടികൾ ഒരിക്കലും മിഡിൽ ഈസ്റ്റിലേക്ക് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം
കാരണം മിഡിൽ ഈസ്റ്റിനേക്കാളും ബെറ്റർ വേജസ് നമുക്ക് യൂറോപ്പിൽ കിട്ടാനുണ്ട്, ബെറ്റർ ലൈഫ് സ്റ്റൈൽ കിട്ടാനുണ്ട്. ഇന്ന് നമ്മൾ ഇന്ത്യയിൽ പഠിച്ചിട്ട് യൂറോപ്പിൽ അതർ കൺട്രീസിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇന്ത്യയിൽ പഠിച്ചിട്ട് ഇപ്പോൾ ജർമ്മനിയിൽ അല്ലെങ്കിൽ ഇറ്റലിയിൽ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ കാര്യം ഇപ്പോൾ ജർമ്മനിയിലേക്ക് പോകണമെങ്കിൽ ഏത് രാജ്യത്ത് പഠിച്ചാലും ശരി നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് വേണം. ഓസ്ട്രേലിയയിലേക്ക് പോകണമെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് വേണം, ഇറ്റലിയിലേക്ക് പോകണമെങ്കിൽ ഇറ്റാലിയൻ ലാംഗ്വേജ് വേണം, ആ ഭാഷ പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്നുകൊണ്ട് നമ്മൾ ആ ഭാഷ ഫ്ലുവൻ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളത് വളരെ ചാലഞ്ചിങ് ആണ്. കാരണം നമ്മൾ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും, അതിൻ്റെ കൂടെ ഇല്ലെങ്കിൽ നേഴ്സായിട്ട് പഠിക്കുന്നുണ്ടാവും, അതിൻ്റെ കൂടെ ജർമ്മൻ B2 ലെവൽ വരെ പഠിക്കണം. എന്നാൽ യൂറോപ്പിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്ലാസ്സിൽ തന്നെ ജർമ്മൻ കുട്ടികളുണ്ടാവും, അവരുടെ യൂണിവേഴ്സിറ്റി തന്നെ ജർമ്മൻ കുട്ടികളും ഇറ്റാലിയൻ കുട്ടികളും അതുപോലെ തന്നെ അയർലൻഡിൽ നിന്നുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവരോട് സംസാരിച്ച് അവർക്ക് കുറച്ചുകൂടെ ഭാഷ പഠിക്കാൻ എളുപ്പമുണ്ട് യൂറോപ്പിൽ പഠിക്കുന്ന സമയത്ത്. ഇനി ഭാഷ ഉണ്ട് എന്നുണ്ടെങ്കിൽ അടുത്ത ഇന്ത്യയിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ യൂറോപ്പിലേക്ക് പോകണമെങ്കിൽ അടുത്ത നമ്മുടെ ഇന്ത്യയിൽ പഠിച്ച് നമ്മൾ ഗ്രാജുവേറ്റ് അയക്കുന്ന BSc നഴ്സിംഗിൻ്റെ സർട്ടിഫിക്കറ്റ് ഏത് രാജ്യത്തേക്കാണോ പോകുന്നത് ആ രാജ്യത്തിൻ്റെ നഴ്സിംഗ് കൗൺസിലിലേക്ക് അപ്ലൈ ചെയ്ത് അവർ അവിടെ പഠിപ്പിക്കുന്ന ഒരു നഴ്സിംഗ് കോഴ്സ് ഉണ്ടല്ലോ അതുമായിട്ട് ഇക്വേറ്റ് ചെയ്യും. അതായത് ഇപ്പോൾ നമ്മൾ പോകുന്ന ജർമ്മനിയിലാണെങ്കിൽ ജർമ്മനിയുടെ നഴ്സിംഗുമായിട്ട് ഇന്ത്യയിലുള്ള നഴ്സിംഗിൻ്റെ കോഴ്സുകളിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും ക്ലിനിക്കൽസ് മിസ്സിംഗ് ഉണ്ടോ, എന്തെങ്കിലും ഹവേഴ്സ് മിസ്സിംഗ് ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് അവർ കമ്പയർ ചെയ്ത് നോക്കും. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള എക്സാമിനേഷനും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ മോസ്റ്റ്ലി ഇന്ത്യയിൽ നിന്ന് പോകുന്ന കുട്ടികളെല്ലാവരും ഈ ഒരു എന്താണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഈ ഒരു ഇക്വലൻസി മീറ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യമുണ്ട്. എന്നാൽ യൂറോപ്പിൽ ഇപ്പോൾ ബൾഗേറിയയിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർ ജർമ്മനിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവർ ഓൾറെഡി ECTS സിസ്റ്റത്തിലാണ്, ഓൾറെഡി യൂറോപ്പിൻ്റെ എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു പ്രോസസ്സ് വളരെ എളുപ്പമാണ്. ഇപ്പോൾ ബൾഗേറിയൻ്റെ എക്സ്പീരിയൻസ് കൂടെ ഉള്ള കുട്ടികളാണ് പോകുന്നതെങ്കിൽ ജർമ്മനിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഈ പ്രോസസ്സൊക്കെ വളരെ സിമ്പിളായിട്ട് അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഇന്ത്യയിലോ അല്ലെങ്കിൽ അബ്രോഡോ പഠിച്ചിട്ട് US-ലേക്ക് പോവുകയാണെങ്കിൽ എല്ലാത്തിനും ഒറ്റ പ്രൊസീജിയറാണ്. US-ലേക്ക് പോകണമെങ്കിൽ N+RN എന്ന് പറഞ്ഞുള്ള എക്സാം ഉണ്ട്. N+RN ക്ലിയർ ചെയ്യുക. N+RN എക്സാം ചെയ്തതിന് ശേഷം ഏത് സ്റ്റേറ്റിലാണോ പോകേണ്ടത് അവിടത്തേക്കുള്ള രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. ഇനി നമ്മൾ UK-യിലേക്കാണ് പോകുന്നതെങ്കിൽ UK-ക്ക് സെയിം പ്രൊസീജിയറാണ്. യൂറോപ്പിൽ നിന്നാണെങ്കിലും ശരി ഇന്ത്യയിൽ നിന്നാണെങ്കിലും ശരി UK-യുടെ അതായത് NMC-യുടെ UK-യുടെ NMC ആണ്. അതായത് NMC എന്ന് പറഞ്ഞാൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിൽ ഓഫ് UK ആണ് ശരിക്കും അവിടുത്തെ റെഗുലേഷൻസ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഒരു CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ത്യയിൽ നിന്ന് പഠിച്ച കുട്ടിയാണെങ്കിൽ ശരി യൂറോപ്പിൽ നിന്ന് പഠിച്ച കുട്ടിയാണെങ്കിൽ ശരി അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. ഇവിടെ യൂറോപ്പിൽ നിന്ന് പഠിച്ച കുട്ടിക്ക് ഒരു ബെനിഫിറ്റ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ECTS സിസ്റ്റത്തിലാണ് അവർ പഠിച്ചേക്കുന്നത്, നമ്മൾ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ പറഞ്ഞ പോലെ. രണ്ടാമത്തെ കാര്യം ഇവർ പഠിക്കുന്നത് യൂറോപ്പിലാണ്, ഇവരുടെ ക്ലിനിക്കൽസ് ഉള്ളത് യൂറോപ്പിലാണ്. അതുകൊണ്ട് യൂറോപ്പിൻ്റെ ഒരു മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇവർ ഓൾറെഡി വർക്ക് ചെയ്തു. അതുകൊണ്ടെന്ന് വെച്ചാൽ ഇവരുടെ യൂറോപ്പിൻ്റെ മെഡിക്കൽ സ്ട്രക്ചർ ഇവർക്ക് അറിയാം എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഇവർക്കുണ്ട് ഒന്നാമത്തത്. രണ്ടാമത്തത് ഇവർ വർക്ക് ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഇവർ കണ്ടേക്കുന്ന ഡിസീസുകളെല്ലാം യൂറോപ്പിലുള്ള ഡിസീസുകളാണ്. അതായത് ഇന്ത്യയുടെ ടോപ്പിക്കൽ ഡിസീസുകളും യൂറോപ്പിൻ്റെ ടോപ്പിക്കൽ ഡിസീസുകളും വ്യത്യാസമുണ്ട്. നമ്മുടെ ക്ലൈമറ്റും നമ്മുടെ രാജ്യത്തിൻ്റെ പൊസിഷനും അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള കൾച്ചറും എല്ലാം വെച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ഓരോ രാജ്യത്തുള്ള ഡിസീസ് സ്പെക്ട്രങ്ങളും ഡിഫറൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഇന്ത്യയിലുള്ള ഡിസീസ് സ്പെക്ട്രംസ് എല്ലാം നമ്മുടെ നാട്ടിൽ പൊതുവെ കണ്ടുവരുന്ന ഡിസീസ് സ്പെക്ട്രംസ് എല്ലാം ഡിഫറൻ്റ് ആണ്, യൂറോപ്പിലെ ഡിഫറൻ്റ് ആണ്. അപ്പോൾ യൂറോപ്പിലെ ഈ ഡിസീസിലാണ് ഈ കുട്ടികൾ ക്ലിനിക്കൽസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ യൂറോപ്പിൻ്റെ ആ ഒരു ക്ലിനിക്കൽസ് അവർക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ അത് UK-യിലാണെങ്കിലും ശരി യൂറോപ്പിൻ്റെ മറ്റ് രാജ്യങ്ങളിലാണെങ്കിലും ശരി അത് കുട്ടികൾക്ക് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. പാർട്ട് ടൈമിൻ്റെ കാര്യം നോക്കുന്ന സമയത്ത് നമ്മളിപ്പം കേരളത്തിൽ അല്ലെങ്കിൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ കോയമ്പത്തൂർ പഠിക്കുന്ന കുട്ടികളൊന്നും പാർട്ട് ടൈം ചെയ്യാറില്ല. ചില കുട്ടികൾ ഇപ്പം നാട്ടിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ചില സമയത്ത് എന്താ വെച്ചാൽ ഈ കാറ്ററിങ്ങിൻ്റെ വർക്കിനൊക്കെ പോകുന്നതല്ലാതെ വലിയ രീതിയിലുള്ള പാർട്ട് ടൈമുകളൊന്നും നമ്മൾ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള പാർട്ട് ടൈം കോയമ്പത്തൂരോ ബാംഗ്ലൂരോ ഒന്നും പഠിക്കുന്ന കുട്ടികൾ ആരും ചെയ്യാറില്ല. ഇപ്പം കോയമ്പത്തൂരും ബാംഗ്ലൂരൊക്കെ പഠിക്കുന്ന കുട്ടികൾ ചെയ്യുന്ന ഒരു പാർട്ട് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അഡ്മിഷൻ ചെയ്യുന്നതായിരിക്കും. അതല്ലാതെ വേറെ പാർട്ട് ടൈമുകളൊന്നും പ്രോപ്പറായിട്ടുള്ള കുട്ടികൾ ആരും ചെയ്യാറില്ല. അതുകൊണ്ട് പാർട്ട് ടൈം നമ്മുടെ നാട്ടിൽ നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. ഇനി യൂറോപ്പിൽ നോക്കുന്ന സമയത്ത് യൂറോപ്പിൽ മോസ്റ്റ്ലി എല്ലാ കുട്ടികളും പാർട്ട് ടൈം ചെയ്തിട്ട് തന്നെയാണ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അവർ കുറച്ചുകൂടെ മെച്യൂർ ആവുന്നുണ്ടെന്നുള്ളത്. കാരണം അവർക്ക് വേണ്ടിയിട്ടുള്ള ലിവിങ് എക്സ്പെൻസ് അവർ കണ്ടെത്തുന്നു, അത് അവർ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നു. അതേപോലെ തന്നെ ആ പൈസ വെച്ചിട്ടായിരിക്കും അവർ ബാക്കിയുള്ളവർക്ക് ട്രാവൽ ചെയ്യുന്നുണ്ടാവുക. അവർ വളരെ സെൽഫ് സസ്റ്റെയിൻ ആയി മാറുന്നുണ്ട് യൂറോപ്പിൽ എന്നുള്ളത്. അപ്പോൾ ഈ പാർട്ട് ടൈം എന്ന് പറയുന്നത് സെൽഫ് സസ്റ്റെയിൻ ആവാൻ കുട്ടികളെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ക്യാപിറ്റൽ സിറ്റികളിൽ ഇല്ലെങ്കിൽ നല്ല അവൈലബിലിറ്റി ഉള്ള സിറ്റികളിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നല്ല പാർട്ട് ടൈം അവർക്ക് അവിടെ കിട്ടാറുണ്ട്. ബൾഗേറിയയിൽ പ്രധാനമായിട്ട് കുട്ടികൾ പാർട്ട് ടൈം ചെയ്യുന്നത് ഫുഡ് ചെയിനിലാണ്. അതായത് KFC, മെക്ഡൊണാൾഡ്സ് ഇതുപോലുള്ള ഫുഡ് ചെയിനുകളിൽ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അവരുടെ ഡെലിവറി നെറ്റ്വർക്കുകളുണ്ട്, അവിടെ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഫാക്ടറികളുണ്ട്, ചോക്ലേറ്റ് ഫാക്ടറി പോലുള്ള ഫാക്ടറികളുണ്ട്, അവിടെ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ കഫേസും ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ട്, അതിൽ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഓൺലൈൻ ഗെയിമിംഗ് സെന്റേഴ്സ്, കോൾ സെന്റേഴ്സ് ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെയാണ് കുട്ടികൾ പാർട്ട് ടൈം ചെയ്യാറുള്ളത്. ഹവർലി ഒരു ബേസിക് ബൾഗേറിയയുടെ എന്ന് പറയുന്നത് ഏകദേശം €3.5 ആണ്. അതായത് 7 to 8 ലെവാണ്. 10 ലെവ് വരെ കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇപ്പം മെക്ഡൊണാൾഡ്സിലൊക്കെയാണ് ബേസിക് ഒരു 7 ലെവൊക്കെയാണ് കൊടുക്കുക. അതായത് €3.5 എന്നുള്ളതാണ് ബേസിക്. അപ്പോൾ ഇതിലാണ് നമ്മൾ വർക്ക് ചെയ്യുക. ഓൾമോസ്റ്റ് 6 മണിക്കൂർ to 8 മണിക്കൂർ കുട്ടികൾ വർക്ക് ചെയ്യാറുണ്ട്. സാധാരണ യൂറോപ്പിൽ പാർട്ട് ടൈം ചെയ്ത് കഴിഞ്ഞാൽ €500 to €700 അടുത്താണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. ഓൾമോസ്റ്റ് ലിവിങ് എക്സ്പെൻസ് ഇതിൽ കവർ ചെയ്യാൻ പറ്റും എന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട്
കഴിഞ്ഞിട്ട് ഇവരുടെ വെക്കേഷൻ സമയമുണ്ടല്ലോ, അതായത് 2 മാസം ഒരു ഇയറിൽ വെക്കേഷൻ ഉണ്ട്. ഈ വെക്കേഷൻ്റെ സമയത്ത് അവിടെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ഫുൾ ടൈം പാർട്ട് ടൈം ചെയ്യാൻ പറ്റും. ഈ സമയത്താണ് കുട്ടികൾ എല്ലാവരും നല്ല രീതിയിൽ പൈസ അവിടെ ഉണ്ടാക്കുന്നത്. അതായത് ക്യാപിറ്റലിൽ ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഇവരുടെ വെക്കേഷൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ സമ്മർ വെക്കേഷൻ ഏകദേശം ജൂലൈ ഓഗസ്റ്റ് മാസത്തിലാണ്. അപ്പോൾ ഈ സമയത്താണ് ഇവിടെ ചൂടുള്ളത്, അതായത് യൂറോപ്പിൽ ഏറ്റവും ചൂടുള്ള സമയം ഇതാണ്. അപ്പോൾ ആ സമയത്താണ് ഇവർക്ക് വെക്കേഷൻ. അപ്പോൾ ഈ സമയത്ത് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിൻ്റെ ഒരു കൾച്ചർ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. കാരണം അവരുടെ ക്ലൈമറ്റ് ഭയങ്കര ഒരു വ്യത്യാസമുള്ള ക്ലൈമറ്റാണ്. ഞാൻ പറഞ്ഞല്ലോ, നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് വരെ തണുപ്പാണ്. ഏപ്രിൽ മെയ് ഒക്കെ ആകുന്ന സമയത്ത് ഒരു സ്പ്രിങ്ങിൻ്റെ സീസണാണ്. അത് കഴിഞ്ഞിട്ട് ജൂൺ ജൂലൈ ഒക്കെ എത്തുന്ന സമയത്ത് സമ്മറായി. അപ്പോൾ ഈ സമ്മർ ആകുന്ന സമയത്ത് ഈ വിൻ്ററിൻ്റെ സമയത്ത് ഇവരാരും അധികം പുറത്തിറങ്ങാതെ അധികം ഫുഡൊന്നും കഴിക്കാത്തതാണ്. സമ്മറിൽ ഇവരെല്ലാം വളരെ ആക്റ്റീവാണ്. ഇവർ ഫുള്ള് പുറത്തിറങ്ങി വളരെ ചില്ല് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സമ്മറിലെ സീസണിൽ എന്താ വെച്ചാൽ ഈ ഹോട്ടലുകളും കഫ്റ്റീരിയകളും ഫുഡ് ചെയിനുകളെല്ലാം വളരെ ആക്റ്റീവ് ആവും. അപ്പോൾ ഒരു വർഷത്തേക്ക് ഈ സമ്മറിനേക്ക് വേണ്ടി മാത്രം കുറേ എംപ്ലോയീസിന് എടുത്തു വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടലുകൾക്ക് പോസിബിൾ അല്ല. എന്നാൽ സമ്മറിൽ ഭയങ്കര കസ്റ്റമേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ സമയത്താണ് പാർട്ട് ടൈം ഒരുപാട് കൂടുക. അപ്പോൾ ഈ സമയത്ത് കുട്ടികൾക്ക് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പാർട്ട് ടൈം അവൈലബിൾ ആയിരിക്കും ഈ സമ്മർ ആയതുകൊണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമ്മറിൻ്റെ വെക്കേഷൻ 2 മാസം ബൾഗേരിയയിൽ നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ബൾഗേരിയ യൂറോപ്പിലെ പ്രത്യേകത എന്ന് വെച്ചാൽ ബൾഗേരിയ ചൂട് കുറച്ച് കൂടുതലുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ ഒരു കോസ്റ്റൽ ഏരിയ കൂടെയാണ്, അതായത് ബ്ലാക്ക് സീൻ്റെ സൈഡിലുള്ളതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ കുറച്ചുകൂടെ ടൂറിസ്റ്റുകൾ വരാറുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ സമയത്ത് ടൂറിസ്റ്റുകൾ കൂടുന്നതുകൊണ്ട് കടകളിലെല്ലാം കസ്റ്റമേഴ്സ് കൂടും. ആ സമയത്ത് അവർക്ക് കൂടുതൽ എംപ്ലോയീസിന് വേണം. അതിനുവേണ്ടി എൻ്റെ ഇയറിൽ അവർക്ക് വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ 2 മാസം പാർട്ട് ടൈം വളരെ കൂടുതലായിരിക്കും. അതായത് ഫുൾ ടൈം കുട്ടിക്ക് ചെയ്യുകയും ചെയ്യാം, ഒരുപാട് പാർട്ട് ടൈം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ സമയത്ത് അവിടെ നിൽക്കുന്ന കുട്ടികൾക്ക് നല്ല രീതിയിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ലിവിങ് എക്സ്പെൻസ് അല്ലെങ്കിൽ ഫീസിലേക്കുള്ള പൈസ ഉണ്ടാക്കാനും അത് മാറ്റി വെക്കാനും പറ്റാറുണ്ട്. അപ്പോൾ ഇത് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നാട്ടിലൊന്നും പോവാതെ കൃത്യമായിട്ട് അവരുടെ ലൈഫിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള പ്ലാനുകളുള്ള കുട്ടികൾക്കാണ് ഇത് പറ്റുക. അപ്പോൾ ഇങ്ങനെയും അവിടെ അവൈലബിലിറ്റി ഉണ്ട്. ഇപ്പോൾ റൊമാനിയ പോലുള്ള രാജ്യങ്ങളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് US വരെ പോയിട്ട് നമുക്ക് പാർട്ട് ടൈം ചെയ്യാൻ പറ്റും. പിന്നെ ബൾഗേരിയയിൽ പഠിക്കുന്ന പല കുട്ടികളും യൂറോപ്യൻ യൂണിയൻ്റെ മറ്റ് പല ഭാഗങ്ങളിലും പോയിട്ട് പാർട്ട് ടൈം ചെയ്യുന്ന കുട്ടികളുണ്ട്. അതായത് ഈ 2 വെക്കേഷൻ്റെ സമയത്ത് യൂറോപ്യൻ യൂണിയൻ്റെ മറ്റ് പല ഭാഗത്തും പോയിട്ട് പാർട്ട് ടൈം ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഓക്കെ ഞാൻ പഠിക്കും, ആ പഠനത്തിൻ്റെ കൂടെ തന്നെ കൃത്യമായ സമയം മാനേജ് ചെയ്ത് ഞാൻ പാർട്ട് ടൈം ചെയ്യും. ഈ വെക്കേഷൻ്റെ സമയത്തൊക്കെ കൃത്യമായിട്ട് ഞാൻ പാർട്ട് ടൈം ചെയ്ത് പൈസ ഉണ്ടാക്കും, എനിക്ക് രക്ഷപ്പെടണം എന്ന് വിചാരിച്ചിരിക്കുന്ന കുട്ടികളാണ്, അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മൈൻഡുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റി തന്നെയാണ് യൂറോപ്പ്. എന്നാൽ ഇന്ത്യയിലും ഇതേ അവസ്ഥ തന്നെയാണ്. ഇന്ത്യയിൽ പഠിക്കാൻ ഇറങ്ങി ഞാൻ പഠിച്ച് നല്ലൊരു നേഴ്സ് ആവും എന്ന് വിചാരിച്ച് അത്രയും ഒരു ഡെഡിക്കേഷനോട് കൂടെ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അവർക്ക് ഇന്ത്യയിലും രക്ഷപ്പെടാൻ പറ്റും. പക്ഷേ ഇന്ത്യയിൽ എന്ത് വലിയ സ്കില്ലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി, സാലറി കൊടുക്കുന്ന വേജസ് ഒരു ഹോസ്പിറ്റലിൽ 25,000 രൂപയാണ് സാലറി കൊടുക്കുന്നത്. അതിൽ കൂടുതൽ അവർ കൊടുക്കില്ലല്ലോ. എന്ത് സ്കില്ലുണ്ടെങ്കിലും ശരി, അതിനേക്കാളും ഒരു ചെറിയ വ്യത്യാസം അല്ലാണ്ട് അതിൽ കൂടുതൽ അവർ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങളുടെ സ്കില്ല് നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റിയ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അത്രയും ഡെഡിക്കേറ്റഡ് ആണ്, നല്ല സ്കില്ലുണ്ട്, ഭാഷ പഠിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ഭാഷ പഠിച്ചു, നല്ല രീതിയിൽ നേഴ്സിംഗ് പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പാർട്ട് ടൈമിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും, പാർട്ട് ടൈം ചെയ്ത് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനും പറ്റും. അതിൻ്റെ കൂടെ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പഠിക്കാനും പറ്റും. നിങ്ങളെ നല്ല രീതിയിലുള്ള സ്കില്ല് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെ വർക്ക് ചെയ്യാനും പറ്റും. കാരണം നേഴ്സിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവാണ് ഈ സ്ഥലങ്ങളിലൊക്കെ. നേഴ്സുമാർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇനി നമുക്ക് പറയാനുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പൈസ ചിലവാക്കുന്ന സമയത്ത് എത്ര സമയം കൊണ്ട് നമ്മൾ ചിലവാക്കിയ പൈസ നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ളതിൻ്റെ ഒരു കാൽക്കുലേഷൻ ആണ് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്, ROI. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ പഠിക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് ടയറിലുള്ള കുട്ടികളെ ഒഴിവാക്കാം. അതായത് ഗവൺമെൻറ്, കാരണം ഗവൺമെൻറ്റിൽ അത്ര കുറഞ്ഞ സീറ്റുകളേ ഉള്ളൂ. അപ്പോൾ അതിൽ 25,000 രൂപയൊക്കെ പഠിക്കാൻ പറ്റുന്ന കുട്ടികൾ വളരെ ലിമിറ്റഡ് ആയിരിക്കും. നമ്മൾ ടിപ്പിക്കൽ കേസുകൾ എടുക്കുകയാണെങ്കിൽ ഒരു 2 ലക്ഷം മുതൽ 2.5 ലക്ഷം രൂപ വരെയാണ് നല്ലൊരു നഴ്സിംഗ് കോളേജിൽ നമുക്ക് പഠിക്കണമെങ്കിൽ ഉള്ള ഫീസ്. 2 ലക്ഷം രൂപ ഏറ്റവും കുറഞ്ഞ തന്നെ എടുക്കാമെന്നിരിക്കാം. അപ്പോൾ 2 ലക്ഷം രൂപ 4 വർഷത്തേക്ക് നമ്മൾ ഫീസ് അടക്കുമ്പോൾ തന്നെ 8 ലക്ഷം രൂപ നമ്മൾ ഫീസ് അടച്ചു. പ്ലസ് അതിൻ്റെ കൂടെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലിവിങ് എക്സ്പെൻസ് ആയിട്ട് ഓൾമോസ്റ്റ് ഒരു കൊല്ലം ഞാൻ പറഞ്ഞല്ലോ 1 ലക്ഷം മുതൽ 1,20,000 രൂപ വരെ ഫുഡും ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ യൂണിവേഴ്സിറ്റികളിലെല്ലാം ഉണ്ട്. അപ്പോൾ ഏകദേശം എന്ത് ചെയ്യാന്ന് വെച്ചാൽ മാസം ഒരു 10,000 രൂപ വെച്ച് കൂട്ടാം. അതായത് 10 മാസത്തേക്ക് ഒരു വർഷം 1 ലക്ഷം രൂപ ലിവിങ് എക്സ്പെൻസ് ആയിട്ട് വരുമല്ലോ, നമ്മുടെ ഫുഡും അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും ബാക്കിയുള്ള എല്ലാം കൂടെ. അപ്പോൾ ആ ഒരു 1 ലക്ഷം രൂപ ഒരു വർഷം ലിവിങ് എക്സ്പെൻസ് ആയിട്ടും വന്നു. അങ്ങനെ 4 വർഷത്തേക്ക് കൂട്ടുന്ന സമയത്ത് 4 ലക്ഷം രൂപ, 8 ലക്ഷം രൂപ ഫീസും 4 ലക്ഷം രൂപ ലിവിങ് എക്സ്പെൻസും കൂടെ 12 ലക്ഷം രൂപ നമ്മളെ ബേസിക് എക്സ്പെൻസ് ആയിട്ട് നഴ്സിംഗിന് വന്നു. അപ്പോൾ ഈ 12 ലക്ഷം രൂപക്ക് നമ്മൾ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടാൻ പോകുന്ന സാലറി, ബാംഗ്ലൂർ നമുക്ക് കൂട്ടാം, ഏറ്റവും നല്ല സാലറി കിട്ടുന്ന ബാംഗ്ലൂരാണ്. അവിടെ മാക്സിമം കിട്ടാൻ പോകുന്നത് 25,000 രൂപയാണ്. അപ്പോൾ അതായത് 25,000 മുതൽ 30,000 വരെയാണ്. അത് ലാസ്റ്റ് കേസാണ് 30,000. നമുക്ക്
അറ്റ്ലീസ്റ്റ് എടുക്കാം. അതായത് 25,000 രൂപയാണ് ഒരു നല്ല ഒരു ഗുഡ് റേഞ്ച് ഓഫ് സാലറി എന്ന് പറയുന്നത്. അപ്പോൾ 25,000 രൂപയിൽ 10,000 രൂപ ബാംഗ്ലൂരിൽ ജീവിക്കാനുള്ള എക്സ്പെൻസ് ഉണ്ടെന്ന് കണക്കാക്കാം. നമ്മൾ പഠിക്കുന്ന സമയത്തുള്ള എക്സ്പെൻസ് തന്നെ കൂട്ടാം. അങ്ങനെയാണെങ്കിൽ 15,000 രൂപയാണ് ഒരു മാസം നമുക്ക് മാറ്റിവെക്കാൻ പറ്റും. അതായത് 12 ലക്ഷം ഡിവൈഡഡ് ബൈ 15,000 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഓൾമോസ്റ്റ് 80 മാസം എടുക്കും നമ്മൾ ആ ചെലവാക്കിയ പൈസ തിരിച്ചു കിട്ടണം എന്നുണ്ടെങ്കിൽ. ഇനി നമ്മൾ ഇതേ കാൽക്കുലേഷൻ യൂറോപ്പിൽ ചെയ്ത് നോക്കാം. യൂറോപ്പിൽ ഇപ്പോൾ നമ്മൾ ക്യാപിറ്റൽ സിറ്റിയിൽ ഏറ്റവും നല്ലോണം പാർട്ട് ടൈം കിട്ടുന്ന സ്ഥലം ക്യാപിറ്റൽ സിറ്റിയാണ്. ക്യാപിറ്റൽ സിറ്റിയിൽ തന്നെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ പഠിക്കാമെന്ന് വരിക്കാം. 5,000 യൂറോ ആണ് ഫീസ്. ഇൻറ്റു 4 വർഷത്തേക്ക് എന്ന് പറയുമ്പോൾ 20,000 യൂറോ, അതായത് 22 ലക്ഷം രൂപ ഫീസ് വന്നു. പ്ലസ് പോകുന്ന സമയത്തുള്ള ഇനീഷ്യൽ എക്സ്പെൻസ് എല്ലാം കൂടെ ഒരു 25 ലക്ഷം രൂപ വന്നു എന്ന് വരിക്കാം. അപ്പോൾ 25 ലക്ഷം രൂപ ടോട്ടൽ എക്സ്പെൻസ് വന്നു. പ്ലസ് അതിൻ്റെ കൂടെ ലിവിങ് എക്സ്പെൻസ് ഉണ്ട്. പക്ഷേ ക്യാപിറ്റൽ സിറ്റിയിലായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ഏറ്റവും പാർട്ട് ടൈം അവൈലബിൾ ആയിട്ടുള്ള സിറ്റിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഫീസ് കൂടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ലിവിങ് എക്സ്പെൻസ് സാധാരണ കുട്ടികൾ പാർട്ട് ടൈം ചെയ്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ലിവിങ് എക്സ്പെൻസ് നമുക്ക് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യണമെന്നില്ല. 25 ലക്ഷം രൂപ നഴ്സിംഗിൻ്റെ എക്സ്പെൻസ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ മോസ്റ്റ്ലി ലിവിങ് എക്സ്പെൻസ് എല്ലാം കുട്ടികൾ പാർട്ട് ടൈം ചെയ്ത് ഉണ്ടാക്കാറുണ്ട്. ചില കുട്ടികളൊക്കെ ഫീസ് വരെ പാർട്ട് ടൈം ചെയ്തിട്ട് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിപ്പും അതുപോലെ തന്നെ പാർട്ട് ടൈം സ്കെഡ്യൂൾ ചെയ്തൊക്കെ കൊണ്ടുവന്ന കുട്ടികൾ. പിന്നെ അതുപോലെ തന്നെ ഈ വെക്കേഷന് 2 മാസമുണ്ട് സമയം. ആ സമയത്ത് നമ്മൾ പാർട്ട് ടൈമിൻ്റെ സമയത്ത് പറയാം. ആ സമയത്ത് ഫുള്ളൊക്കെ പാർട്ട് ടൈം ചെയ്തിട്ടുള്ള കുട്ടികളൊക്കെ ഫീസ് വരെ അവിടെ നടക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട. നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അവരുടെ ഫീസും അതേപോലെ തന്നെ പോകുന്ന സമയത്തുള്ള എക്സ്പെൻസ് ഏകദേശം 25 ലക്ഷം രൂപ വന്നു. ലിവിങ് എക്സ്പെൻസ് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ലിവിങ് എക്സ്പെൻസിൻ്റെ പകുതി നമ്മൾ പാർട്ട് ടൈം ചെയ്തിട്ട് ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കുക. കാരണം പ്രോപ്പറായിട്ട് എടുക്കണം. പകുതി പാർട്ട് ടൈം ഉണ്ടാക്കുന്നു, പകുതി നമ്മൾ കൺസിഡർ ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെയാകുന്ന സമയത്ത് 500 യൂറോൻ്റെ ഏകദേശം 250 യൂറോ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 25,000 രൂപ ഒരു മാസം നമുക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ എക്സ്പെൻസ് ആയിട്ട് വരുന്നുണ്ട്. ഇൻറ്റു 10 മാസം നമ്മൾ 2.5 ലക്ഷം രൂപ. 4 വർഷത്തേക്ക് വരുന്ന സമയത്ത് ഓൾമോസ്റ്റ് 10 ലക്ഷം രൂപ. അപ്പോൾ 10 ലക്ഷം രൂപ എന്ത് ചെയ്തു ലിവിങ് എക്സ്പെൻസും. അപ്പോൾ 25 ലക്ഷം രൂപ നമ്മളെ ഫീസും പോകുന്ന എക്സ്പെൻസും പ്ലസ് 10 ലക്ഷം രൂപ ലിവിങ് എക്സ്പെൻസും, അതായത് 35 ലക്ഷം രൂപ ടോട്ടൽ. അപ്പോൾ ഇങ്ങനെ 35 ലക്ഷം രൂപക്ക് നമ്മൾ യൂറോപ്പിൽ പഠിച്ചിറങ്ങുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് 1,200 to 1,500 യൂറോ ആണ്. അതിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞത് 1,200 യൂറോ എടുക്കാം. അപ്പോൾ അത് ഏകദേശം ഇന്ത്യൻ റുപ്പീസിൽ 1,30,000 രൂപ വരും. അപ്പോൾ 1,30,000 രൂപയിൽ നിന്ന് നമുക്ക് ഏകദേശം 50,000 രൂപ പഠിക്കുന്ന സമയത്തുള്ള അതേ എക്സ്പെൻസ് തന്നെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്ന സമയത്തും വരുന്നതായിരിക്കാം. 1,30,000 സാലറി കിട്ടി, അതിൽ നിന്ന് 50,000 എക്സ്പെൻസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി 80,000 രൂപയാണ് ഒരു മാസം ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ചിലവാക്കി 35 ലക്ഷം ഡിവൈഡഡ് ബൈ നമുക്ക് മാസം മാറ്റി വെക്കാൻ പറ്റുന്ന 80,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 43 മാസം. അതായത് ഇന്ത്യയിൽ പഠിച്ചു കഴിഞ്ഞാൽ 80 മാസം എടുക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ നമുക്ക് തിരിച്ചു കിട്ടാൻ. എന്നാൽ യൂറോപ്പിൽ പഠിക്കുന്ന സമയത്ത് യൂറോപ്പിൽ കുറച്ച് പൈസ കൂടുതലായി കൊടുത്തിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാലും ശരി 43 മാസം കൊണ്ട് നമുക്ക് ആ പൈസ റിട്ടേൺ തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. അത് മാത്രമല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, നമ്മൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഫ്യൂച്ചറിൽ വർക്ക് ചെയ്യുന്നത് ഇതേ യൂറോപ്യൻ കൺട്രിയിലാണ്. അല്ലെങ്കിൽ ഇവിടുത്തെ എക്സ്പീരിയൻസ് വെച്ച് മറ്റ് ബെറ്റർ ആയിട്ടുള്ള യൂറോപ്യൻ കൺട്രിയിലേക്കാണ് പോകുക. അപ്പോൾ ഈ സാലറി പിന്നെയും ഡബിളോ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലോ ആയി മാറുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇന്ത്യയിൽ ഒരു 5 കൊല്ലം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും സാലറിയിൽ അത്ര വലിയ ഡ്രാസ്റ്റിക് ഡിഫറൻസ് വരുന്നില്ല എന്നുള്ള ഒരു വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതാണ് യൂറോപ്പും ഇന്ത്യയും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ 2 രാജ്യങ്ങൾ തമ്മിലൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിഫറൻസ് ആണ്. കാരണം ഇന്ത്യ എന്ന് വെച്ചാൽ ഒരുപാട് പോപ്പുലേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് സാലറി ഇല്ല ഇന്ത്യയിൽ. അതേസമയത്ത് യൂറോപ്പിൽ നഴ്സസ്മാരുടെ അവൈലബിലിറ്റി കുറവായതുകൊണ്ട് സാലറി കൂടുതലാണ്. അതിൻ്റെ ഒരു വ്യത്യാസമാണിത്. അപ്പോൾ ഇതാണ് ഈ രാജ്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് മോസ്റ്റ് ഓഫ് ദ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പല സ്ഥലങ്ങളിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പല സ്ഥലങ്ങളിൽ നിന്നും കുട്ടികളോട് സംസാരിച്ച് ഒരുപാട് ഗവൺമെൻറ് ഒഫീഷ്യൽ വെബ്സൈറ്റുകൾ റെഫർ ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റിൻ്റെ വെബ്സൈറ്റുകളെല്ലാം റെഫർ ചെയ്ത് നമ്മുടെ കുട്ടികൾ തന്നെ ബാംഗ്ലൂരാണെങ്കിലും കോയമ്പത്തൂരാണെങ്കിലും ബൾഗേരിയയിലാണെങ്കിലും നമ്മൾ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇവരോട് നിന്നെല്ലാമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ്. അതുപോലെ തന്നെ ഞാൻ ബൾഗേരിയയിൽ നേരിട്ട് പോയിട്ട്, അതായത് ബൾഗേരിയയിൽ ഓരോ യൂണിവേഴ്സിറ്റികളും നേരിട്ട് വിസിറ്റ് ചെയ്ത്, ഓരോ സിറ്റികളും നേരിട്ട് വിസിറ്റ് ചെയ്ത്, ഹംഗറിയും റൊമാനിയയും എല്ലാം വിസിറ്റ് ചെയ്ത്, യൂറോപ്പിലെ പല രാജ്യങ്ങളും വിസിറ്റ് ചെയ്ത്, ബാംഗ്ലൂർ കോയമ്പത്തൂരൊക്കെ വിസിറ്റ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു റിയാലിറ്റി. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യുക. നിങ്ങൾ എവിടെ പഠിക്കേണ്ട ആളുകളാണ്, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ കരിയറിനെ കാണുന്നത് എന്നുള്ളത് അനലൈസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ തന്നെ ഒരു ഡിസിഷൻ എടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഈ രാജ്യങ്ങളിലും ഈ യൂണിവേഴ്സിറ്റികളിലൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളും അവിടെ കുട്ടികളോട് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളും വെച്ചിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വിളിക്കാം.